ओम शांति। ओम शांति 6/6/2022। बाबा कहते मीठे बच्चे, ज्ञान का फाउंडेशन है निश्चय। निश्चय बुद्धि बन पुरुषार्थ करो तो मंजिल तक पहुंच जाएंगे. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ജ്ഞാനത്തിന്റെ ഫൗണ്ടേഷൻ നിശ്ചയമാണ്. നിശ്ചയബുദ്ധിയുള്ളവരായി പുരുഷാർത്ഥം ചെയ്യൂ, അപ്പോൾ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. അപ്പൊ ബാബ പറഞ്ഞു, മധുരമായ കുട്ടികളെ, ജ്ഞാനത്തിന്റെ ഫൗണ്ടേഷനാണ് നിശ്ചയം. നിശ്ചയബുദ്ധിയുള്ളവരായി പുരുഷാർത്ഥം ചെയ്യൂ, അപ്പോൾ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും. ചോദ്യം, कौन सी एक बात बहुत ही समझने और निश्चय करने की है? ഏതൊരു കാര്യമാണ് വളരെയധികം മനസ്സിലാക്കേണ്ടുന്നതും വളരെ നിശ്ചയത്തോടുകൂടി ഇരിക്കേണ്ടതും? ഏതൊരു കാര്യത്തിലാണ് ഏതൊരു കാര്യമാണ് വളരെയധികം നമ്മൾ മനസ്സിലാക്കേണ്ടതും വളരെയധികം നിശ്ചയം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതും? ഏതൊരു കാര്യമാണ്? ബാബ പറയുന്നു, अब सभी आत्माओं का हिसाब किताब चुकता होने वाला है. सभी मच्छरों सदृश जाएंगे अपने स्वीट होम. ഇപ്പോൾ എല്ലാ ആത്മാക്കൾക്കും കർമ്മ കണക്കുകളെല്ലാം തീർത്ത് വീട്ടിലേക്ക് മടങ്ങി പോകണം. അല്ലേ? കൊതുകൂട്ടം പോലെ എല്ലാവരും മധുരമായ വീട്ടിലേക്ക് മടങ്ങി പോകും. എല്ലാ ആത്മാക്കൾക്കും തന്റെ സർവ കർമ്മ കണക്കുകളും ഇപ്പോൾ തീർക്കണം. അല്ലെ? എന്നിട്ട് കൊതുകൂട്ടം പോലെ തന്റെ മധുരമായ വീട്ടിലേക്ക് മടങ്ങണം. ഫിർ നയി ദുനിയാമേ തോടി സി ആത്മായി ആയി. പിന്നെ പുതിയ ലോകത്തിലേക്ക് വളരെ കുറച്ച് ആത്മാക്കളെ വരുള്ളൂ. യേ ബാത്ത് ബഹുത് ഹി സമജ്നെ ഓർ നിശ്ചയ കർനെ കി ഹെ. ഈ കാര്യം വളരെയധികം മനസ്സിലാക്കുകയും അല്ലെ നിശ്ചയമുള്ളവരായിരിക്കുകയും വേണ്ടുന്ന കാര്യമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ നമുക്ക് നല്ല നിശ്ചയവും ഉണ്ടായിരിക്കും. ചോദ്യം, ബാബ് കിൻ ബച്ചോं को देख खुश होते हैं. വീണ്ടും ഒരു ചോദ്യം, ബാബ ഏത് കുട്ടികളെ കാണുമ്പോഴാണ് വളരെയധികം സന്തോഷിക്കുന്നത്? ഏത് കുട്ടികളെ കാണുമ്പോഴാണ് ബാബ വളരെയധികം സന്തോഷിക്കുന്നത്? നിശ്ചയബുദ്ധിയുള്ള കുട്ടികളെ. ബാബ പറയാണ്, जो बच्चे बाप पर पूरा बलि चढ़ते हैं, जो माया से हिलते नहीं, अर्थात अंगद की तरह अचल अटोल रहते हैं, ऐसे बच्चों को देख बाप भी खुश होते हैं. ഏത് കുട്ടികളാണോ ബാബയിൽ പൂർണ്ണമായും ബലിയാകുന്ന കുട്ടികൾ, മായ എത്ര ഉലയ്ക്കാൻ നോക്കിയാലും ഉലയാത്ത അങ്കദിനെ പോലെ അചഞ്ചലമായ കുലുങ്ങാത്ത സ്ഥിതിയുള്ള കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോൾ ബാബയ്ക്ക് വളരെയധികം സന്തോഷമുണ്ട്. അല്ലെ? ഇപ്പൊ ബാബയിൽ പൂർണ്ണമായും ബലിയാകുന്ന കുട്ടികളെയും മായയെ എത്ര ഉലയ്ക്കാൻ ശ്രമിച്ചാലും ഉലയാത്ത അങ്കദിനെ പോലെ അചഞ്ചലരായിരിക്കുന്ന കുലുങ്ങാത്ത കുട്ടികള്, അവരെ കാണുമ്പോൾ ബാബയ്ക്ക് ഭയങ്കര സന്തോഷം. ഗീതം, ധീരജ് ധർ മനുവ. മനസ്സേ, അല്ലെ, മനുഷ്യ ധൈര്യമായിരിക്കും. ओम शांति. बच्चों ने क्या सुना? ये बाप ही कह सकते हैं ना. സന്യാസി ഉദാസി कोई भी कह ना सके. ഇവിടെ കുട്ടികൾ എന്താണ് കേട്ടത്? ഇത് ബാബയ്ക്ക് മാത്രമേ കുട്ടികളോട് പറയാൻ പറ്റുള്ളൂ. ആത്മീയ അച്ഛനാണ് കുട്ടികളോട് സംസാരിക്കുന്നത്. സന്യാസിക്കോ അല്ലെ സന്യാസിമാർക്കൊന്നും നമ്മളോട് ഇത് പറയാൻ പറ്റില്ല. ബാബയ്ക്ക് മാത്രമേ പറയാൻ പറ്റൂ. पारलौकिक बेहद का बाप ही बच्चों को कहते हैं. പാർലൗകിക പരിധികളില്ലാത്ത അച്ഛനാണ് തന്റെ മക്കളോട് പറയുന്നത്. അല്ലെ? പാർലൗകിക പരിധികളില്ലാത്ത അച്ഛനാണ് കുട്ടികളോട് സംസാരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ആത്മാവിലാണ് മനോബുദ്ധികളുള്ളത്. ആത്മാവോക്കോ कहते हैं अब धीरज धरो. പാർലൗകിക പരിധികളില്ലാത്ത അച്ഛൻ കുട്ടികളോട് എന്താ പറയുന്നേ? ധൈര്യമായിരിക്കൂ.
അല്ലെ? കുട്ടികളോട് പറയാണ് ധൈര്യമായിരിക്കൂ. അതും ആരോടാണ് പറയുന്നത്? മുഴുവൻ ലോകത്തിലുള്ളവരോടാ പറയുന്നത്, പരിധികളില്ലാത്ത അച്ഛൻ. അബ് തുമാരെ സുഖ ശാന്തിക്ക് ദിൻ ആ രഹേ ഹെ. നമ്മുടെ സുഖത്തിന്റെയും ശാന്തിയുടെയും ദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. യേ തോ ദുഃഖദാം ഹേ, ഇസ്കെ ബാദ് ഫിർ സുഖദാം കോ ആനെ ഹി ഹെ. ഈ ലോകം ദുഃഖധാമമാണ്. ഈ ദുഃഖധാമത്തിന് ശേഷം ഇവിടെ സുഖധാമം വരണം. സുഖധാം കി സ്ഥാപന ബാപ് ഹി കരേങ്കെ. സുഖധാമത്തിന്റെ സ്ഥാപന ചെയ്യുന്നത് ബാബയാണ്. ബാപ് ഹി ബച്ചോं को ധീരജ് ദേത്തെ ഹെ. ബാബയാണ് കുട്ടികൾക്ക് ധൈര്യം നൽകുന്നത്. അബ് തുമാരെ സുഖ ശാന്തി കെ ദിൻ ആ രഹേ ഹെ. तो സുഖധാം की സ്ഥാപന ബാപ് ഹി കരേങ്കെ. പേലെ തോ നിശ്ചയ ചായേ. ഏറ്റവും ആദ്യം കുട്ടികൾക്ക് നിശ്ചയം ഉണ്ടായിരിക്കണം. ആദ്യം കുട്ടികൾക്ക് നിശ്ചയം ഉണ്ടായിരിക്കണം. നിശ്ചയം ഹോത്താ ഹെ ബ്രഹ്മ മുഖവംശാവലി ബ്രാഹ്മണ. നിശ്ചയം ആർക്കാ ഉണ്ടാവുക? ബ്രഹ്മ മുഖവംശാവലി ബ്രാഹ്മണ കുട്ടികൾക്ക്. ബാപ് ഹി ബച്ചോं को ധീരജ് ദേത്തെ ഹെ. പേലെ തോ നിശ്ചയ ചാഹിയേ. നഹി തോ ഇത്തനെ ബ്രാഹ്മൺ കഹാ സെ ആയേ. നിശ്ചയബുദ്ധി ഇല്ലെങ്കിൽ ഇത്രയും ബ്രാഹ്മണ കുട്ടികൾ എവിടുന്ന് വരും? അല്ലെ? ബ്രഹ്മ മുഖവംശാവലി ബ്രാഹ്മണ കുട്ടികൾക്കാണ് നിശ്ചയമുള്ളത്. ബ്രഹ്മ മുഖവംശാവലിയിലൂടെ മാത്രമേ ഇത്രയും ബ്രാഹ്മണ കുട്ടികൾക്ക് ഉണ്ടാകാൻ, ജന്മമെടുക്കാൻ സാധിക്കുള്ളൂ. ബി കെ കാ അർത്ഥ ഹി ഹെ ബച്ചെ ഓർ ബച്ചിയാണ്. ബി കെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബ്രഹ്മകുമാർ, ബ്രഹ്മകുമാരികൾ, ബ്രഹ്മാവിന്റെ മക്കളായ കുമാരന്മാരും കുമാരിമാരും. ഇത്തനെ സബ് ബി കെ കഹലാത്തെ ഹെ തോ ജരൂർ പ്രജാപിത ബ്രഹ്മ ഹോഗ. ഇത്രയും ബി കേസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രജാപിത ബ്രഹ്മാവും ഉണ്ടായിരിക്കും. ഇത്തന സബ്ക ഏക് ഹി മാത് പിതാ ഹെ. ലോകമെമ്പാടുമുള്ള എല്ലാ ബി കേസിനും, ബ്രഹ്മകുമാർ കുമാരിമാർക്കും ഒരേ ഒരു മാതാപിതാവേ ഉള്ളൂ. നഈ ബാത്തേന. ഇത് എത്ര തികച്ചും പുതിയ കാര്യമാണ്. തും ബ്രാഹ്മൺ തേ നഹി അഭി ബനെ ഹോ. നമ്മൾ കുട്ടികൾ ആരും ബ്രാഹ്മണരല്ലായിരുന്നു, നമ്മൾ ഇപ്പോഴാണ് ബ്രാഹ്മണരായിട്ട് മാറിയിരിക്കുന്നത്. तो तुम हो मुग वंशावली, वो ब्राह्मण है कुग वंशावली. ബാബ പറയാണ്, ലൗകിക ബ്രാഹ്മണർ കുഗവംശാവലികളാണ്, നിങ്ങൾ മുഖവംശാവലികളാണ്. ഹർ ബാത്ത് മേ പേലെ തോ നിശ്ചയ ചാഹിയേ കി കോൻ ഹംകോ സംജാത്തെ ഹെ. ബാബ പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം നിശ്ചയം ഉണ്ടായിരിക്കണം. ആരാണ് നമ്മളെ കേൾപ്പിക്കുന്നത്? ആരാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? ഭഗവാൻ ഹി സംജാത്തെ ഹെ അബ് കലിയുഗ കാ അന്ത് ഹെ. ഭഗവാനാണ് നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ സമയം കലിയുഗത്തിന്റെ അന്തിമ സമയമാണ്. ലഡായി സാമനെ കടി ഹെ. അല്ലെ? യുദ്ധം നമ്മുടെ തൊട്ടു മുന്നിൽ നിൽക്കാണ്. കലിയുഗത്തിന്റെ അന്ത്യമല്ലേ? യൂറോപ്പ് വാസി യാദവ് ബി ഹെ ഇത്തനെ ബോംബ് സാദി ഇൻവെൻഷൻ കി ഹെ. യൂറോപ്പ് വാസികളായ യാദവര് ഇത്രയധികം അണവായുധങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഒരുപാട് അണവായുധങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്, അല്ലെ? നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗായഹുവ ഹെ പേട്ടസെ മുസൽ നിക്കലെ. അല്ലെ? മിസൈൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലെ? അതായത് യാദവരുടെ വയറ്റിൽ നിന്ന് ഇരുമ്പൊലക്ക വന്നു, അല്ലെ? ആ ഇരുമ്പൊലക്കയാണ് എന്ത്? മിസൈൽസ്. ജിൻസെ അപ്നെ ഹി കുൽക്ക വിനാശ് കിയ. ഈ മിസൈലുകളിലൂടെ സ്വന്തം കുലത്തിന്റെ വിനാശം ചെയ്തു. ബരോബർ കുൽക്ക വിനാശ് ജരൂർ കരേഗെ. തീർച്ചയായിട്ടും ഈ മിസൈൽസ് എല്ലാം കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്, അല്ലെ, നമ്മുടെ കുലത്തിന്റെ വിനാശം ചെയ്യാൻ വേണ്ടിയാണ്. तो एक ही कुल के, तो बिल्कुल विनाश जरूर करेंगे. है तो एक ही कुल के, तो एक दो को कहते हैं हम विनाश करेंगे. നമ്മൾ ഒരേ കുലത്തിലുള്ളവരാണ്, ഒരേ മനുഷ്യ കുലത്തിൽ. പക്ഷെ പരസ്പരം എന്താ പറയുന്നത്? ഞങ്ങള് വിനാശം നടത്തും. तो ये भी बरोबर लिखा हुआ है. ബാബ പറയാണ് ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ബാബ് സംജാത്തെ ഹേ ബച്ചേ ധീരജ് തരോ. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരികയാണ്, കുട്ടികളെ ധൈര്യമായിരിക്കും. അബ് തും പുരാണെ, അബ്
ये पुरानी दुनिया ഖതം ഹോ ജാനി ഹെ. ബാബ പറയാണ്, ഇപ്പോൾ ഈ പഴയ ലോകം സമാപ്തമാകാൻ പോവാണ്. കലിയുഗ കലാസോ തപ്തോ സത്യുഗോന. കലിയുഗം ഇവിടെ സമാപ്തമാകുമ്പോഴാണ് സത്യുഗം വരുന്നത്. ജരൂർ ഉൻകെ പേലെ ഹി സ്ഥാപന ഹോനിച്ചായി. അപ്പൊ ബാബ പറയാണ്, തീർച്ചയായിട്ടും സത്യുഗം സ്ഥാപിക്കുന്നതിന്, അല്ലെ, കലിയുഗത്തിന്റെ വിനാശം നടക്കുന്നതിന് മുമ്പായിട്ട് സത്യുഗത്തിന്റെ സ്ഥാപന നടക്കണം. കാരണം വിനാശത്തിന് മുമ്പായിട്ട് സ്ഥാപന എന്ന് പറയുന്നത് നടക്കണം. ഗായാബി ജാത്ത ഹേ ബ്രഹ്മദ്വാര സ്ഥാപന, ശങ്കർ ദ്വാര വിനാശ്. അല്ലേ, പറയുന്നത് ബ്രഹ്മാവിലൂടെ സ്ഥാപനയും ശങ്കറിലൂടെ വിനാശം. പേലെ സ്ഥാപന കരേങ്കെ, ജബ് സ്ഥാപന പൂരി ഹോ ജാത്തി ഹെ തബ് വിനാശ് ഹോത്താ ഹെ. ആദ്യം നടക്കുന്നത് സ്ഥാപനയാണ്, സ്ഥാപനയ്ക്ക് ശേഷമാണ് വിനാശം. സ്ഥാപന ഹോ രഹി ഹെ. അല്ലെ, ബാബ പറയാണ്, സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. യേഹേ ന്യാര മാർഗ് ജോ കോയി ബി സമസ്തേ നഹി. ബാബ പറയാണ്, ഇത് തികച്ചും വ്യത്യസ്തമായ മാർഗമാണ്. ലോകത്തിലുള്ളതെല്ലാം ഭക്തിയുടെ പ്രസ്ഥാനങ്ങളല്ലേ. എല്ലാം ഏതെല്ലാം പ്രസ്ഥാനങ്ങൾ ഉണ്ടെങ്കിലും വെറൈറ്റി ഉണ്ടെങ്കിലും അതെല്ലാം ഭക്തിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്, അല്ലേ. പക്ഷെ ഇത് ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും നോക്കുമ്പോൾ ഇത് തികച്ചും വ്യത്യസ്തമായ മാർഗമാണ്. കാരണം ഇവിടത്തെ പോലെ ജീവിത നിയമങ്ങളുടെ കാർക്കശ്യമോ അല്ലെങ്കിൽ, അല്ലെ, ദിവസവും ബാബയുടെ ജ്ഞാന മുരളി നമ്മൾ കേൾക്കും. ഇതൊന്നും നമുക്ക് മറ്റെവിടെയും കാണാൻ സാധിക്കില്ല. ദിവസവും പഠിക്കുക, അല്ലെ, പഠിക്കുന്നത് ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പഠിക്കുക, അല്ലെ, അതെല്ലാം നമുക്ക് ഇവിടെ എവിടെയും കാണാൻ സാധിക്കുന്നില്ല. കൊയിനെ കഭി സുനാഹി നഹി तो समझते हैं जैसे मठ बंद होते हैं वैसे ये भी बीके का है. അല്ലെ, ബാബ പറയാണ്, ഇതേക്കുറിച്ച് ആരും കേട്ടിട്ട് പോലുമില്ല. പിന്നെ പറയും, മറ്റു ആശ്രമങ്ങളെ പോലെ ഇതും ബ്രഹ്മകുമാരീസിന്റെ ആശ്രമമാണ്. ഉൻ വിചാരവും കാ കൊയ് ദോഷ് നഹി ഹെ. ബാബ പറയാണ്, അവർക്ക് അറിയാത്തത് അവരുടെ ദോഷമൊന്നുമല്ല, അല്ലെ, അവർക്ക് അറിയാൻ പാടില്ല, പക്ഷെ അവരുടെ കുഴപ്പമൊന്നുമല്ല. കൽപ്പ് പേലെ ബി ഏസെ ഹി വിഘ്ന ഡാലേതേ. കൽപ്പം മുമ്പും ഇതേപോലെ വിഘ്നങ്ങൾ ഉണ്ടായിരുന്നു. യേ ഹേ ഹി രുദ്രജ്ഞാനി യജ്ഞ. ബാബ പറയാണ്, ഇത് രുദ്രജ്ഞാന യജ്ഞമാണ്. രുദ്ര കഹ ജാത്ത ഹെ ശിവക്കോ. രുദ്രൻ എന്ന് വിളിക്കുന്നത് ശിവഭഗവാനെയാണ്. വഹി രാജയോഗം സിഖലാത്തെ ഹെ. ശിവബാബയാണ് കുട്ടികൾക്ക് രാജയോഗം പഠിപ്പിക്കുന്നത്. ജിസ്കോ പ്രാചീൻ രാജയോഗ കഹ ജാത്ത ഹെ. ഇത് പ്രാചീന രാജയോഗമാണ്. പ്രാചീൻ കാബി അർത്ഥ സമസ്തേ നഹി ഹെ. പ്രാചീനം എന്ന് പറയുമ്പോൾ എത്ര അതിപുരാതനമാണ് എന്ന് പോലും മനസ്സിലാക്കുന്നില്ല. ഈ സംഗം യുഗക്ക് ബാത്ത് ഹെ. ബാബ പറയാണ്, ഇത് സംഗമ യുഗത്തിന്റെ കാര്യമാണ്. പതീത് ഓർ പാവൻ തോ സംഗമേ സംഗം ഹുവ. ബാബ പറയാണ്, പതീതന്, അല്ലെ, പാവനമായവരുടെയും സംഗമം. കലിയുഗത്തിന്റെ അന്ത്യത്തിൽ എന്താണ്, അല്ലെ, പതീതമായിട്ടുള്ള ആത്മാക്കളുടെ ലോകം, അടുത്തത് പാവനമായ ആത്മാക്കളുടെ ലോകം. അല്ലെ, സത്യയുഗ ആദിമേ ഹേഹി ഏക ധർമ്മം. ബാബ പറയുന്ന സത്യയുഗത്തില് ഒരേ ഒരു ധർമ്മം മാത്രമേ ഉള്ളൂ. തുവോ ഹേഹി ആശ്രിയ സമ്പ്രദായ് തുംഹോ ദേവി സമ്പ്രദായ്. ഈ ലോകത്തിലെല്ലാം ആസുരീയ സമ്പ്രദായങ്ങളാണ്. പക്ഷെ നിങ്ങൾ കുട്ടികൾ ദേവതാ സമ്പ്രദായത്തിൽപ്പെട്ടവരാണ്, ദൈവീക സമ്പ്രദായത്തിൽപ്പെട്ടവരാണ്. യുദ്ധ ആദിക്ക് കൊയ് ബാത് ഹി നഹി. ബാബ പറയാണ്, ഇവിടെ യുദ്ധത്തിന്റെ കാര്യങ്ങൾ ഒന്നുമില്ല. യേ ഭി ഭൂൽ ഹേ തും ബായി ബായി കൈസെ ലഡേംഗെ. ബാബ പറയാണ്, ഇതും തെറ്റാണ്. നിങ്ങൾ സഹോദരങ്ങള് എങ്ങനെയാണ് തമ്മിൽ യുദ്ധം ചെയ്യുന്നത്? ബാബ് ബൈറ്റ് ബ്രഹ്മ കെ ദ്വാര സഭി വേദശാസ്ത്രം കാ സാർ സംജാത്തെ ഹെ. ഇവിടെ ബാബ ബ്രഹ്മാവിലൂടെ സർവവേദശാസ്ത്രങ്ങളുടെയും സാരം കേൾപ്പിക്കുകയാണ്. വാസ്തവമേ മുഖ്യ ധർമ്മ മുഖ്യ ഹേ ചാർ. വാസ്തവത്തിൽ 4 പ്രധാനമായ ധർമ്മങ്ങളാണ് ഉള്ളത്. ഉൻകെ ചാർ ധർമ്മശാസ്ത്ര ഹേ. ഈ 4 ധർമ്മങ്ങൾക്കും എന്തുണ്ട്? 4 ധർമ്മശാസ്ത്രങ്ങൾ ഉണ്ട്. ഉസ്മേ പേല ഹേ ആദി സനാതൻ ദേവി ദേവതാ ധർമ്മം. എല്ലാ ധർമ്മശാസ്ത്രത്തിലും ഏറ്റവും ആദ്യത്തേത് എന്ന് പറയുന്നത് ആദി സനാതന ദേവി ദേവതാ ധർമ്മമാണ്.
ജിസ്കാ ശാസ്ത്ര ഹേ സർവശാസ്ത്രമായി ശിരോമണി ഗീത. ബാബ പറയാണ്, ഈ ആദി സനാതന ദേവി ദേവത ധർമ്മത്തിന്റെ ധർമ്മശാസ്ത്രമാണ് സർവശാസ്ത്രമായി ശിരോമണി ഗീത. जो भारत का पहला मुख्य शास्त्र है, जिससे ही आदि सनातन देवी देवता धर्म अथवा सूर्यवंशी और चंद्रवंशी धर्म की स्थापना हुई. ബാബ പറയാണ്, ഭാരതത്തിന്റെ ആദ്യത്തെ മുഖ്യമായ ശാസ്ത്രം എന്ന് പറയുന്നത് അല്ലെ ഗീതയാണ്. അല്ലെ, ആദി സനാതന ദേവി ദേവത ധർമ്മത്തിന്റെ ശാസ്ത്രമാണ്. അപ്പൊ ബാബ പറയാണ്, जिससे ही आदि सनातन देवी देवता धर्म व सूर्यवंशी चंद्रवंशी धर्म की സ്ഥാപന. അല്ലെ, ഈ ഗീതയിലൂടെയാണ് ആദി സനാതന ദേവി ദേവത ധർമ്മത്തിന്റെ സ്ഥാപന നടക്കുന്നത്. അതായത് സൂര്യവംശി ചന്ദ്രവംശി ധർമ്മത്തിന്റെ സ്ഥാപന നടക്കുന്നത്. സോ തോ ജരൂർ സംഗം पर ही हुई होगी. തീർച്ചയായിട്ടും അല്ലെ, സനാതന ധർമ്മത്തിന്റെ സ്ഥാപന നടക്കുന്നത് ഏത് സമയത്താണ്? ഗീതാ ധർമ്മശാസ്ത്രത്തിലൂടെയാണ് അത് നടക്കുന്നത് എങ്കിലും തീർച്ചയായിട്ടും സംഗമ യുഗത്തിലാണ് നടക്കുന്നത്. ഇസ്കോ കുംഭവി കഹത്തെ ഹൈ. ബാബ പറയാണ്, സംഗമ യുഗത്തിലാണ് ധർമ്മസ്ഥാപനം നടക്കുന്നത്. പക്ഷെ ഇതിനെ കുംഭമേള എന്നും വിളിക്കാം. കാരണം പരമാത്മാവും ജീവാത്മാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ മേളയാണ് അല്ലെ. അതുകൊണ്ട് ഇതിനെ കുംഭമേള എന്ന് വിളിക്കുന്നു. അല്ലെ, ഭഗവാൻ വന്നിട്ട് ജ്ഞാനം കേൾപ്പിക്കുന്നു, ഗീത കേൾപ്പിക്കുന്നു. അങ്ങനെ ഭഗവാൻ ഈ ഗീതാജ്ഞാനം നൽകി. ഈ ഗീതാജ്ഞാനത്തിലൂടെയാണ് ആദി സനാതന ദേവി ദേവത ധർമ്മത്തിന്റെ സൂര്യവംശി ചന്ദ്രവംശി ധർമ്മത്തിന്റെ സ്ഥാപന നടക്കുന്നത്. അപ്പൊ ഇതെന്താണ്? കുംഭമേളയാണ് അല്ലെ. ആത്മാക്കളെല്ലാം പരമാത്മാവുമായുള്ള അല്ലെ, മക്കളും അച്ഛനും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ മഹത്തായ മേള. तो आत्मा परमात्मा का മേള ഏകേ സുഹാവന കല്യാണക്കാരി. ബാബ പറയാണ്, ഇത് വളരെ സ്വർണിമമായ മംഗളകാരിയായ യുഗമാണ്, മേളയാണ്. കലിയുഗക്കോ ബദൽ സത്യുഗു മോനാഹിഹേ. ഇവിടെ കലിയുഗം പരിവർത്തനമായിട്ട് സത്യുഗം ഈ സൃഷ്ടിയിലേക്ക് വരണം. ഇസ്ലിയെ കല്യാണക്കാരി കഹാ ജാതാ ഹേ. അതുകൊണ്ട് ഈ സംഗമ യുഗം അല്ലെ വളരെ മംഗളകാരിയായ യുഗമാണ്. കാരണം കലിയുഗം ആസുരീയ സമ്പ്രദായം പരിവർത്തനപ്പെട്ട് ദൈവിക സമ്പ്രദായത്തിന്റെ സത്യുഗം ഇവിടെ വരണം അല്ലെ. അപ്പോ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പരിവർത്തനത്തിന്റെ യുഗമാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് മംഗളകാരി യുഗം എന്ന് വിളിക്കുന്നത്. സത്യുഗ സേ ത്രേത ഹോത്താ ഹേ, ഫിർ ത്രേത സേ ദ്വാപര ഹോത്താ ഹേ, തോ കലായെ കം ഹോത്തി ജാതി ഹേ. സത്യുഗത്തിൽ നിന്നും ത്രേതായുഗം ഉണ്ടാകുന്നു അല്ലെ. പിന്നെ ത്രേതായുഗത്തിൽ നിന്നും ദ്വാപരയുഗം ഉണ്ടാകുന്നു അല്ലെ. ബാബ പറയാണ്, ഇങ്ങനെ ഓരോ യുഗങ്ങളും മാറി മാറി ഇവിടെ വരുമ്പോൾ കലകൾ മനുഷ്യനിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അകല്യാൻ ഹോത്താഹി ജാത്താഹി. അമംഗളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സത്യുഗം കഴിഞ്ഞു, ത്രേതായുഗം കഴിഞ്ഞു, ജന്മങ്ങൾ എടുത്ത് നമ്മളിങ്ങനെ ഓരോ യുഗങ്ങളിലൂടെയും യാത്ര ചെയ്ത്, ഓരോ വർണ്ണങ്ങളിലൂടെയും യാത്ര ചെയ്ത് ജന്മങ്ങൾ എടുത്ത് നമ്മൾ താഴേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് അല്ലെ? അവിടെ അമംഗളം ഉണ്ടാകുന്നു. ഫിർ ജരൂർ കല്യാൺ കർണേവാല ചാഹിയെ. അങ്ങനെ പൂർണ്ണമായും നമ്മൾ അമംഗളത്തിലേക്ക് പോയി കഴിയുമ്പോൾ മംഗളം ചെയ്യുന്ന ഒരാള് ആവശ്യമാണ്. ബാബ പറയാണ്, മംഗളം ചെയ്യുന്ന ഒരാളുടെ ആവശ്യമുണ്ട്. तो जब पूरा अकल्याण हो जाता है तब बाप आते हैं सभी का कल्याण करने. എപ്പോഴാണോ പൂർണ്ണമായിട്ടും അമംഗളം ഉണ്ടാകുന്നത് ആ സമയത്ത് അല്ലെ, സർവരുടെയും മംഗളം ചെയ്യുവാനായിട്ട് അല്ലെ, മംഗളകാരിയായ വിശ്വമംഗളകാരിയായ പരമാത്മാവിന്, ആത്മീയ അച്ഛന് ഈ സൃഷ്ടിയിലേക്ക് വരേണ്ടിയിരിക്കുന്നു. ബുദ്ധിസെ കാം ലേന ഹോത്താ ഹേ. ബാബ പറയാണ്, ബുദ്ധി കൊണ്ട് ചിന്തിച്ച് വിവേകപൂർവ്വം നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം കുട്ടികളെ. ജരൂർ ബാപ്പ് കല്യാൺ കർണേ അർത്ഥ ആയേഗ സംഗം പർ. ബാബ തീർച്ചയായിട്ടും മംഗളം ചെയ്യുവാനായിട്ട് സംഗമയുഗത്തിൽ വരുന്നു. സർവക സദ്ഗതി ദാദ ബാപ്പേ. സർവരുടെയും സദ്ഗതി ദാതാവാണ് ബാബ. സർവത്തോ ദ്വാപർമേ നഹി. സർവരും ദ്വാപരയുഗത്തിലില്ല. സത്യുഗ ത്രേതാമേ ബി സബ് നഹി. സത്യുഗ ത്രേതായുഗങ്ങളിലും സൃഷ്ടിയിലുള്ള മുഴുവൻ ആത്മാക്കളും ഇല്ല, സർവരുമില്ല. ബാപ്പായേഗാഹി അന്തമേ ജബകി സബി ആത്മായെ ആജാതി ഹേ. അല്ലെ, ബാബ വരുന്നത് എപ്പോഴാണ്?
സർവ ആത്മാക്കളും ഈ സൃഷ്ടി നാടകത്തിലേക്ക് വന്നിരിക്കുന്ന സമയത്താണ് ബാബ ഈ സൃഷ്ടിയിലേക്ക് വരുന്നത്. ബാബ് ആക്കർ ധീരജ് ദേത്തെ ഹെ, ബാബ വന്നിട്ടാണ് കുട്ടികൾക്ക് ധൈര്യം നൽകുന്നത്. ബच्चे कहते हैं बाबा इस पुरानी दुनिया में बहुत दुख है. അല്ലെ, കുട്ടികൾ പറയാണ് ബാബ ഈ പഴയ ലോകത്തിൽ നിറയെ ദുഃഖമാണ്. ബാബ ജൽദി ലേ ചലോ, ബാബ ഞങ്ങളെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടു പോകൂ. ബാബ് कहते हैं नहीं बच्चे ये ड्रामा बना हुआ है, फट से भ्रष्टाचारी से श्रेष्ठाचारी तो नहीं बनेंगे. അല്ലെ, ഇപ്പൊ കുട്ടികള് പറയാണ് ബാബ ഈ ലോകത്തിൽ ഒരുപാട് ദുഃഖമാണ് ബാബ, എവിടെ തൊട്ടാലും ദുഃഖാണ്, എവിടെ തിരിഞ്ഞാലും ദുഃഖാണ്. അല്ലെ, എവിടെ തിരിഞ്ഞാൽ നോക്കിയാലും പൂത്ത മരങ്ങൾ മാത്രം. അല്ലെ, ഇപ്പൊ അതല്ല, എവിടെ തിരിഞ്ഞു നോക്കിയാലും ദുഃഖം മാത്രം. എല്ലാവർക്കും ദുഃഖത്തിന്റെ കഥകളാണ് പറയാനുള്ളത്. എല്ലാവരും അതിഭീകരമായിട്ടുള്ള ദുഃഖത്തിന്റെ അല്ലെ ആ എന്താ പറയാ ദുർഘടം പിടിച്ച പാതയിലൂടെ, ജീവിത പാതയിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പോ അതുകൊണ്ട് അല്ലേ കുട്ടികൾ എന്താ പറയുന്നത്, ബാബ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകൂ ബാബ, ഈ പാപത്തിന്റെ ലോകത്തിൽ നിന്ന് ഞങ്ങളെ എങ്ങോട്ടെങ്കിലും കൂട്ടിക്കൊണ്ടു പോകൂ എന്ന് ബാബയോട് കുട്ടികൾ പറയാണ്. കാരണം ഇവിടെ വളരെയധികം ദുഃഖമാണ്. ബാബ് कहते हैं नहीं बच्चे ड्रामा बना हुआ है, फट से भ्रष्टाचारी से श्रेष्ठाचारी तो नहीं बनेंगे. ബാബ പറയാണ് അത്രയും പെട്ടെന്ന് മക്കളെ കൂട്ടിക്കൊണ്ടു പോകാൻ സാധ്യല്ല. ഇത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ എങ്ങനെ കൊണ്ടുപോകും? കാരണം അല്ലെ ഈ പഴയ ലോകത്തിലെ ഈ ഡ്രാമ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതല്ലേ. ബാബ വന്ന് ഈ ജ്ഞാനം നൽകുന്ന മാത്രയില് ഭ്രഷ്ടാചാരിയിൽ നിന്ന് നമുക്ക് ശ്രേഷ്ഠാചാരിയാകാൻ സാധിക്കില്ല. അപ്പൊ ഭ്രഷ്ടാചാരിയിൽ നിന്ന് ശ്രേഷ്ഠാചാരി ആയിട്ട് വേണ്ടേ നമുക്ക് പോകാൻ, അല്ലെ? അതിന് മുമ്പേ നമ്മൾ പോയാൽ എങ്ങനെ ശരിയാവും? നിശ്ചയ ബുദ്ധി ഹോ ഫിർ പുരുഷാരത്ത് കർണ ഹേ. അതുകൊണ്ട് അല്ലെ ബാബയുണ്ട് കൂടെ. ഇനി എന്താണ് എത്ര കൊടിയ ദുഃഖങ്ങളാണെങ്കിലും ഇനി നമ്മുടെ കൂടെ ഈ സംസാര സാഗരം നീന്തി കടക്കാനായിട്ട് അല്ലെ, അല്ലെങ്കിൽ ഈ ദുഃഖത്തിന്റെ സാഗരം മറികടക്കാനായിട്ട് നമ്മുടെ കൂടെ കൈപിടിച്ചാരുണ്ട്, ബാബയുണ്ട്. ബാബയുടെ കൈ പിടിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ മതി. അല്ലെ, അത് മതി. ബാക്കി നമ്മള് ബാബ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകൂ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. കാരണം കുട്ടികൾക്ക് ഭ്രഷ്ടാചാരിയിൽ നിന്നും ശ്രേഷ്ഠാചാരിയാകണം, ശ്രേഷ്ഠാചാരി ദേവതയാകണം. അതുകൊണ്ട് നിശ്ചയബുദ്ധി ഉള്ളവരായിരിക്കണം, അല്ലെ? എന്നിട്ട് പുരുഷാർത്ഥം ചെയ്യണം. സെക്കൻഡ് മേ ജീവൻ മുക്തി സോ തോ ടീക്ക് ഹേ. സെക്കൻഡിൽ ജീവൻ മുക്തി എന്ന് പറയുന്നത് ശരിയാണ്. ബച്ച ബന മന വർസാക്കെ ഹക്കദാർ ബന. സെക്കൻഡ് ജീവൻ മുക്തി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? പരമാത്മാവിന്റെ കുട്ടിയായിട്ട് മാറി. അപ്പോ സെക്കൻഡിൽ നമ്മൾ ബാബയുടെ സ്വത്തിന്റെ അവകാശിയായി. അതുകൊണ്ടാണ് സെക്കൻഡിൽ ജീവൻ മുക്തി എന്ന് പറയുന്നത്. വഹാംബി നമ്പർ വർ മർത്തബെ തോഹേന. ബാബ പറയാണ് പിന്നെ നമ്മൾ സത്യയുഗത്തില് പോകുമ്പോ അവിടെയും നമുക്ക് നമ്പർ വാർ ആയിട്ടാണ് പദവിയുള്ളത്. ഊച്ച് മർത്തബ പാനെ കെ ലിയേ പഠായി മേ പുരുഷാരത്ത് കർണ ഹോത്താ ഹേ. ഉയർന്ന പദവി കരസ്ഥമാക്കാൻ വേണ്ടി പഠിപ്പിൽ പുരുഷാർത്ഥം ചെയ്യേണ്ടത് ആവശ്യമാണ്. ऐसे नहीं फट से कर्माതീത അവസ്ഥ ഹോ ജായേഗി. അങ്ങനെയല്ല പെട്ടെന്ന് കുട്ടികൾ കർമാതീത അവസ്ഥയിൽ എത്തിച്ചേരും, അല്ലെ? അങ്ങനെയല്ല. ഫിർ തോ ശരീർ ബി ചോടന പടേ, അല്ലെ? അങ്ങനെ പെട്ടെന്ന് കർമാതീത അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ച് പോകേണ്ടിയിരിക്കുന്നു. ഏസാ ലോ നഹി ഹേ. അങ്ങനെയുള്ള നിയമമേ ഇല്ല. മായാസെ തോ അച്ഛി രീതി യുദ്ധ കർണി ഹേ. ഇവിടെ മായയുടെ കൂടെ നമുക്ക് നല്ല പോലെ യുദ്ധം ചെയ്യണം. തുമക്കോ മാലൂം ഹേ യുദ്ധ 8, 10, 15 വർഷ ബി ചലത്തി രഹതി. കുട്ടികൾക്ക് അറിയാം യുദ്ധം എന്ന് പറയുന്നത് 8 വർഷം, 10 വർഷം, 15 വർഷം ഒക്കെ നമ്മുടെ അല്ലെ ലോകത്തിലെ യുദ്ധം നടന്നുകൊണ്ടിരിക്കാറുണ്ട്. തുമാരി യുദ്ധം ആയാസേ. പക്ഷെ നമ്മുടെ ഈ യുദ്ധമാണിത്, അല്ലേ? നമ്മുടെ യുദ്ധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ യുദ്ധം ആരോടാണ്? നമുക്ക് നല്ല പോലെ യുദ്ധം ചെയ്യണം, അല്ലെ? നമ്മുടെ യുദ്ധം മായയുടെ കൂടെയാണ്. അപ്പോ അല്ലെ ബാബ എന്താ പറഞ്ഞത്? നമുക്ക് കർമ്മം ചെയ്തിട്ടും അല്ലെ കർമാതീതമാകണം നമ്മള്. കർമ്മം നമ്മളെ ബന്ധിക്കാത്ത അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരണം. പക്ഷെ അത്
നമ്മുടെ ശരീരം അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ പെട്ടെന്ന് ശരീരം വിട്ട് പോയി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കർമാതീതമൊന്നും ആവില്ല അല്ലെ, അങ്ങനെ ഒരു നിയമമില്ല. तो तुमको मालूम है युद्ध 8-10-15 वर्ष चलती है, जब तक बाप है तुम्हारी युद्ध चलती है. ബാബ ഇവിടെ ഉള്ളിടത്തോളം കുട്ടികളുടെ യുദ്ധവും അതുപോലെ നടന്നുകൊണ്ടേയിരിക്കും. കുട്ടികൾക്ക് യുദ്ധം ചെയ്ത് ജയിക്കണ്ടേ? പിച്ചാടിമേ റിസൾട്ട് നിക്കലേ, അവസാന റിസൾട്ട് വരും. കിത്തിന മായാക്കോ ജീത്ത അല്ലെ, അവസാന റിസൾട്ട് വരും. നമ്മള് എത്രമാത്രം മായയെ ജയിച്ചിട്ടുണ്ട്. കിത്തിന കർമാതീത അവസ്ഥക്ക് പകുഞ്ചേ, എത്രമാത്രം നമ്മൾ കർമാതീത അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ബാപ് कहते हैं जितना हो सके अपने घर को याद करो. ബാബ പറയാണ് കുട്ടികളെ എത്രമാത്രം സാധിക്കും സ്വന്തം വീടിനെ ഓർമ്മിക്കും, ശാന്തിധാമത്തെ ഓർമ്മിക്കും. ശാന്തിധാം വാണിസ്യ പരിസ്ഥ അല്ലെ, ശരിക്കും നമ്മുടെ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാന്തിയുടെ ധാമമാണ്, ശബ്ദത്തിന് ഉപരിയായിരിക്കുന്ന സ്ഥാനമാണ്. അഭിത്തും ബച്ചോക്കി ബുദ്ധിമേ ഖുഷി, ഇപ്പോൾ നമ്മൾ കുട്ടികളുടെ ബുദ്ധിയിൽ അത്രയും സന്തോഷമുണ്ട്. തും ജാനത്തെ ഹോ യേ ഡ്രാമ കേസെ ബനാ ഹുവാ, കുട്ടികൾക്ക് അറിയാം ഈ നാടകം എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. തീൻ ലോക ഭി തും ജാനത്തെ ഹോ, 3 ലോകത്തെ കുറിച്ചും കുട്ടികൾക്കറിയാം. തോ ഓർ കോയിക്ക് ബുദ്ധി മേ നഹി, കുട്ടികളുടെ ബുദ്ധിയിലല്ലാതെ ഈ കാര്യങ്ങളൊന്നും വേറെ ആരുടെയും ബുദ്ധിയിലില്ല അല്ലെ. എന്നും പഠിക്കുന്നത് കുട്ടികളാണ്. അപ്പൊ ബാബയുടെ മക്കളുടെ ബുദ്ധിയിലെ ഈ കാര്യങ്ങളുള്ളൂ. ബാബ ഭി ശാസ്ത്ര ആദി ബഹുത് പഠാ ഹുവാ, ബാബയും ശാസ്ത്രമെല്ലാം ധാരാളം പഠിച്ചിട്ടുണ്ട്. പരന്തു യേ ബാത്തേ തോടി ബുദ്ധി മേ ഥി, ബൽ ഗീത ആദി പഠത്തെ थे, परंतु ये थोड़ी बुद्धि में था कि हम दूरदेश परमधाम के रहने वाले हैं. അല്ലെ, നമ്മള് ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മള് ദ്വാപരയുഗം മുതൽ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷെ ശാസ്ത്രങ്ങളും വേദങ്ങളും ഉപനിഷത്തുക്കളും ഇതെല്ലാം നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് കുട്ടികളുടെ ബുദ്ധിയിൽ ഈ കാര്യം ഉണ്ടായിരുന്നു? ബാബ പറയാണ് ഈ കുട്ടികളുടെ ബുദ്ധിയിൽ ഈ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ, ഗീതയെല്ലാം പഠിച്ചിരുന്നു. പക്ഷെ ഏതോടി ബുദ്ധിമേതാ അല്ലെ, പക്ഷെ നമ്മുടെ ബുദ്ധിയിൽ ഉണ്ടായിരുന്നു. നമ്മൾ ദൂരദേശത്തിൽ അല്ലെ പരംധാമത്തിൽ വസിക്കുന്നവരായിരുന്നു. നമ്മൾ ഈ ദേശത്തിൽ പാർട്ടഭിനയിക്കാൻ വന്നതാണ്. ശരീരമാകുന്ന വേഷം മാറി മാറി നമ്മൾ ഇവിടെ പാർട്ടഭിനയിക്കായിരുന്നു അല്ലെ. നമ്മുടെ വീട് അങ്ങ് ദൂരദേശത്തിലാണ്, പരംധാമ നിവാസികളായിരുന്നു നമ്മൾ എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. എന്തെല്ലാം പഠിച്ചു വായിച്ചു അല്ലെ കേട്ട് വന്നിട്ടും നമുക്കിതൊന്നും അറിയില്ലായിരുന്നു. അച്ഛൻ എന്ന് പറയുമ്പോഴാണ് നമുക്കെല്ലാം മനസ്സിലാവും. ഗീത ആദ്യം പഠിത്തതേ പരന്തു ഏതോടെ ബുദ്ധിമേത, ഗീതയൊക്കെ വായിക്കായിരുന്നു. പക്ഷെ ബുദ്ധിയിൽ ഈ കാര്യങ്ങൾ വല്ലതും ഉണ്ടായിരുന്നു അല്ലെ. ഒരു കാതി കൂടെ കേട്ട് മറു കാതി കൂടെ കളയും. ഒന്നും ഉണ്ടായിരുന്നില്ല ബുദ്ധിയില്. तो हम दूर देश परमधाम के रहने वाले അല്ലെ, നമ്മുടെ ബുദ്ധിയില് ഗീതയെല്ലാം വായിച്ചിട്ടും ഗീതയെല്ലാം കേട്ടിട്ടും നമ്മുടെ ബുദ്ധിയിൽ ഉണ്ടായിരുന്നില്ല നമ്മൾ ദൂരദേശത്തിൽ പരംധാമത്തിൽ നിവസിച്ചിരുന്നവരാണ്. अभी तो पता पड़ा है हमारा बाबा जिसको परमपिता परमात्मा कहते हैं. അല്ലെ, ഇപ്പൊ നമുക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടി, നമുക്കെല്ലാം മനസ്സിലായി നമ്മുടെ അച്ഛനാരാണ് അല്ലെ. നമുക്ക് മനസ്സിലായി നമ്മുടെ അച്ഛനാരാണ് അല്ലെ. നമ്മുടെ അച്ഛൻ പരമപിതാവായ പരമാത്മാവാണ്. പരംധാമേ രഹനെ വാലേ ഹേ, പരംധാമ നിവാസിയാണ്. तो अभी पता पड़ा है हमारा बाप, तो जिसको सभी याद करते हैं പതിത പാവൻ അവോ, ആ നമ്മുടെ പരമപിതാവിനെയാണ് അല്ലെ എല്ലാവരും വിളിക്കുന്നത്. പതിത പാവന വരൂ വരൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. കാരണം ഈ പതിതമായ ലോകത്തില് മുഴുവൻ ദുഃഖമാണ്. तो आपस में कोई वापस कोई जा न सके, ബാബ പറയാണ് തിരിച്ച് ആർക്കും വീട്ടിലേക്ക് മടങ്ങി പോകുവാൻ കഴിയുന്നില്ല. ജैसे भूल भुलैया का खेल होता है. ബാബ പറയാണ് പതിത പാവന വരൂ വരൂ എന്ന് എന്തിനാ വിളിച്ചേ? കാരണം പതിതപാവൻ വന്നിട്ട് വേണം നമ്മളെ പതിതരിൽ നിന്നും പാവനമായെങ്കിലേ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി പോകാൻ പറ്റുള്ളൂ അല്ലെ. പതിതമായ ആത്മാക്കൾക്ക് വീട്ടിലോട്ട് മടങ്ങി പോകാൻ പറ്റില്ല. അപ്പൊ പതിത പാവനൻ ഇവിടെ വരണം, വന്നിട്ട് നമ്മളെ പാവനമാക്കിയിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. പക്ഷേ അല്ലെ അങ്ങനെ പതിത പാവന വരൂ വരൂന്ന്
ലോകത്തിൽ എല്ലാവരും വിളിച്ചോണ്ടിരിക്കുക. പക്ഷേ അവസ്ഥ എന്താണ്? ഭൂൽഭുലയ്യ എന്ന് പറഞ്ഞൊരു കളിയുണ്ട്. ഭൂൽഭുലയ്യ വെച്ചാൽ ഇതൊരു മറവിയുടെ കളി അല്ലെ? ആ ഒരു നാടകം അത്. നാടകമുണ്ട്. അപ്പൊ അതില് എന്താ കാണിക്കുന്നത്? എവിടേക്ക് പോയാലും അവിടെ വാതില. അങ്ങോട്ട് പോയാൽ അവിടെ വാതിൽ, ഇങ്ങോട്ട് പോയാൽ ഇവിടെ വാതിൽ, എല്ലായിടത്തും വാതിൽ. ജഹാസെ ജാവോ ദർവാജ സാമനെ ആ ജാത്ത ഹൈ, നിശാനെ പർ നഹി ജാ സക്തെ. അപ്പൊ എങ്ങോട്ട് പോകണേലും വാതിലുണ്ട്. പക്ഷെ ആ വാതിലിലൂടെ പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല. പുറത്തേക്കാണ് പോകേണ്ടത്, പക്ഷെ പോകാൻ പറ്റുന്നില്ല. അവസാനം ലക്ഷ്യത്തിലേക്ക് ചെല്ലാൻ പറ്റാത്തത് കൊണ്ട് തക്ക് ജാത്തേ ഹേ ഫിർ റെഡ്ഡി മാർത്തേ അല്ലെ? ആകെ തളർന്നു പോകാണ്. പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല അല്ലെ? എവിടെ നോക്കിയാലും വാതിലുണ്ട്, പക്ഷെ പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല അല്ലെ? അങ്ങനെ വന്നിട്ട് നിലവിളിക്കാണ്, ബഹളം വെക്കാണ്. കൊയ് രാസ്ത ബത്തായേ, ആരെങ്കിലും ഒന്ന് വഴി കാണിച്ചു തരൂ, ആരെങ്കിലും ഒന്ന് വഴി കാണിച്ചു തരൂ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുകയാണ്. तो जहां भी वेल कितने भी വേദശാസ്ത്ര പഠോ തീർത്ഥയാത്ര पर जाओ कुछ भी पता नहीं. ഇതിന്റെ അർത്ഥം എന്താണ്? എത്ര തന്നെ വേദശാസ്ത്രങ്ങൾ പഠിച്ചാലും, എത്ര തന്നെ തീർത്ഥയാത്രകളിലേക്ക് പോയാലും അല്ലെ, എത്ര തന്നെ ക്ഷേത്ര ദർശനങ്ങൾ ചെയ്താലും कुछ भी पता नहीं हम कहां जाते. ഇതെല്ലാം ചെയ്താലും നമ്മൾ എങ്ങോട്ടാണ് പോണതെന്ന് പിടികിട്ടുന്നില്ല അല്ലേ? വേദശാസ്ത്രങ്ങൾ പഠിച്ചു, ഗീത പഠിച്ചു അല്ലേ, ക്ഷേത്ര ദർശനങ്ങൾക്ക് വേണ്ടി പോയി തീർത്ഥയാത്രകൾ ചെയ്തു, എന്നിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നില്ല നമ്മൾ എവിടേക്കാണ് പോകുന്നത്. കാരണം വഴി പിടികിട്ടുന്നില്ല. तो सिर्फ कह देते हैं कि फलाना ज्योत ज्योत में समाया. ഇനി ആരെങ്കിലും ഒന്ന് ദേഹം വിട്ട് പോവുകയാണെങ്കിൽ എന്താ പറയാ അല്ലേ? അവര് എന്താ ജ്യോതി ജ്യോതിയിൽ പോയി ലയിച്ചു എന്ന് പറയുന്നു. ബാബ് कहते हैं कोई भी वापस जा नहीं सकता അല്ലെ? ബാബ വരാതെ, ഇവിടെ അച്ഛൻ വരാതെ അല്ലെ, ആർക്കും തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി പോകാൻ സാധ്യമല്ല. നാടക ജബ് പൂരാ ഹോനെ പർ ഹോത്താ ഹൈ തോ സഭി ആക്ടേഴ്സ് സ്റ്റേജ് പർ ആത്തെ ഹൈ. എപ്പോഴാണോ ഈ നാടകം പൂർത്തിയാകുന്നത് ആ സമയത്ത് എല്ലാ അഭിനേതാക്കളും സ്റ്റേജിലേക്ക് വന്നു ചേരുകയാണ്. ഏ കായിദ ഹേ, ഇത് നിയമമാണ് അല്ലെ? നാടകം പൂർത്തിയാകുമ്പോ, നാടകം തീരാറാകുമ്പോ എല്ലാ ആക്ടേഴ്സും വീട്ടിലേക്ക് അല്ലെ മടങ്ങി പോകേണ്ട സമയമാണ് എന്നുള്ളത്. ആ സമയത്ത് എല്ലാ ആക്ടേഴ്സിനും അല്ലെ നാടകവേദിയിലേക്ക് വരണം. ആരെങ്കിലും ഒക്കെ അവിടെ അവശേഷിക്കുന്നുണ്ട്, മേളിൽ ഇരിപ്പുണ്ടെങ്കിൽ അവർക്കെല്ലാം നാടകവേദിയിലേക്ക് വരണം. नाटक जब पूरा होने पर होता है तो सभी एक्टर स्टेज पर आ जाते हैं. ये कायदा है അല്ലെ? ഇത് നിയമമാണ്. നാടകം തീരുമ്പോഴേക്കും എല്ലാവരും എത്തിച്ചേരുക. तो सभी उस ड्रामा में खड़े हो जाते हैं. अल्ले बाबा പറയാണ് सभी उस ड्रेस में खड़े हो जाते हैं. सबको मुंह दिखाकर फिर कपड़ा आदि बदल ये भागा घर. ബാബ പറയാണ് എല്ലാ ആത്മാക്കളും തന്റെ ശരീരമാകുന്ന വസ്ത്രത്തിൽ ഈ സൃഷ്ടി നാടക വേദിയിൽ എല്ലാവരും നിൽപ്പുണ്ടായിരിക്കും. എല്ലാ ആത്മാക്കൾക്കും ഇവിടെ വന്നേ പറ്റൂ നാടകം തീരുമ്പോഴേക്കും. എല്ലാവരും അപ്പൊ അവിടെ ഇരിക്കുന്നവരുണ്ടല്ലോ, അവശേഷിച്ചവര്, അവരും കൂടി താഴെ ഇറങ്ങി വരിക നാടകം തീരാറാകുമ്പോ. അവർക്കും കൂടി ഈ നാടകത്തിൽ മുഖം കാണിക്കാനുണ്ട്. അപ്പൊ അവര് മുഖം കാണിച്ചിട്ട് വീണ്ടും ശരീരമാകുന്ന വസ്ത്രം മാറി വീട്ടിലേക്ക് പാഞ്ഞു പോകും. ഫിർസെ വഹി പാർട്ട് റിപ്പീറ്റ് കർത്തേ, വീണ്ടും അല്ലെ അതേ പാർട്ടുകൾ അവർ ആവർത്തിക്കുകയും ചെയ്യുന്നു. ഓ ഫിർഹെ ബേഹദ് കാ നാടക്. ബാബ പറയാണ് പിന്നീട് ഈ പരിധികളില്ലാത്ത നാടകം പുനരാവർത്തിക്കപ്പെടുന്നു. അഭി തും ദേഹി അഭിമാനി ബൻതേ ഹോ, ജാനതേ ഹോ ഹം ആത്മാ യേ ശരീർ ചോട് ദൂസരാ ലേതേ ഹൈ. ഈ സമയത്ത് നമ്മൾ കുട്ടികള് ആരാകണം? ആത്മാ അഭിമാനികളാകണം അല്ലെ? കുട്ടികൾക്ക് അറിയാം നമ്മൾ ആത്മാവ് ഈ ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് ധരിക്കും. പുനർജന്മത്തോ ഹോത്തഹിന, തീർച്ചയായിട്ടും ഇവിടെ പുനർജന്മം ഉണ്ടാകും. 84 ജന്മേ 84 നാം ഹംനെ ധാരൺ കിയേ. 84 ജന്മങ്ങളിൽ 84 പേരുകളാണ് നമ്മൾ ധാരണ ചെയ്തിരിക്കുന്നത് അല്ലെ? 84 ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 84 പേരുണ്ടായിരുന്നു. അപ്പൊ ഏ നാടക് പൂരാ ഹോ ഗയാ ഹൈ അല്ലെ? നമുക്കാണെങ്കിൽ ഇപ്പോഴത്തെ പേര് മാത്രമേ അറിയുള്ളൂ അല്ലെ? ബാബ പറയാണ് ഇപ്പോൾ നമ്മൾ ഈ സൃഷ്ടി നാടകം പൂർത്തിയാക്കാണ്. സബിക്ക് ജഡ്ജഡീഭൂത് അവസ്ഥ.
എല്ലാവരും അല്ലെ ബാബ പറയാണ് ലോകം മുഴുവൻ ജീർണിച്ച ദ്രവിച്ച അവസ്ഥയിലാണ്. അവ ഫിർസെ റിപ്പീറ്റ് പോകാം, ഇനി വീണ്ടും പുനരാവർത്തിക്കപ്പെടും. വേൾഡ് की ഹിസ്റ്ററി ജോഗ്രഫി ഫിർസെ റിപ്പീറ്റ് होती. ലോകത്തിന്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും വീണ്ടും പുനരാവർത്തിക്കപ്പെടുകയാണ്. തും ജാൻതേ ഹോ അബ് ഹമാര പാർട്ട് പൂരാ ഹോഗ. അല്ലെ ഇപ്പോൾ വീണ്ടും കുട്ടികളെ നിങ്ങളുടെ പാർട്ട് പൂർത്തിയാകും. ഫിർ വാപ്പസ് ജായെങ്കെ, വീണ്ടും നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് മടങ്ങണം. ബാബ് കാ ഫർമാൻ ബി കൊയി കം തോടി ഹെ. ബാബ ഇവിടെ കുട്ടികൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ നിസ്സാരമൊന്നുമല്ല. പതീത് പാവൻ ബാപ്പായിട്ട് സംജാത്തെ ഹെ ബച്ചേ തുംകോ ബഹുത് സഹജ് ഉപായ് ബത്ലാത്ത. പതീത പാവനായ അച്ഛൻ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, കുട്ടികളെ ഞാൻ നിങ്ങൾക്ക് വളരെ സഹജമായ ഉപായം പറഞ്ഞു തരികയാണ്. ഉടുത്തേ വഴുത്തേ ചരത്തേ യേ ദിൽമേ രക്കോ ഹം ആക്ടർ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എണീക്കുമ്പോഴും ഹൃദയത്തിലുണ്ടായിരിക്കണം. എന്താണ്? നമ്മൾ ഓരോരുത്തരും ആക്ടറാണ്, അല്ലെ, നമ്മൾ അഭിനേതാവാണ് എന്നുള്ള ബോധം ഉണ്ടായിരിക്കും. 84 ജനം അവ പൂരേ ഹുയി. 84 ജന്മം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. അബ ബാപ്പ് ആയാ ഹേ ഗുൽഗുൽ ബനാനെ. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ് നമ്മളെ സുഗന്ധവാഹിനികളായ പുഷ്പങ്ങളാക്കി മാറ്റുവാനായിട്ട് ബാബ വന്നിരിക്കുകയാണ്. മനുഷ്യസെ ദേവത ബനാനെ. അല്ലെ, മനുഷ്യനിൽ നിന്ന് നമ്മെ ദേവതയാക്കി മാറ്റുവാനായിട്ട് ഭഗവാൻ വന്നിരിക്കുകയാണ്. അതായത് സുഗന്ധവാഹിനികളായ പുഷ്പങ്ങളാക്കി മാറ്റുവാനായിട്ട് ഭഗവാൻ വന്നിരിക്കുകയാണ്. ഹം പതിതോക്കോ പാവൻ ബനാ രഹേ ഹേ. അല്ലെ, ഭഗവാൻ വന്നിട്ട് കുട്ടികളെ പതീതരിൽ നിന്നും പാവനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പതീസെ പാവൻ ഹം അനേക ബാർ ബനെ ഹേ ഓർ ബനേങ്കെ. പതീതരിൽ നിന്നും നമ്മൾ അനേക തവണ പാവനമായിട്ടുണ്ട്. അനേക തവണ നമ്മൾ പതീതരിൽ നിന്നും പാവനമായിട്ടുണ്ട്. ഓർ ബനേങ്കെ, അല്ലെ, വീണ്ടും നമുക്ക് പാവനമാകണം. ഹിസ്റ്ററി ജോഗ്രഫി റിപ്പീറ്റ് പോകും. ഇവിടെ അല്ലെ ലോകത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും വീണ്ടും പുനരാവർത്തിക്കപ്പെടും. പേലേത്തോ ദേവി ദേവത ധർമ്മവാലേഹി ആയെങ്കെ. ബാബ പറയാണ് ഏറ്റവും ആദ്യം ദേവി ദേവത ധർമ്മത്തിൽ പെട്ടവരാണ് ഈ സൃഷ്ടി നാടകത്തിലേക്ക് പാർട്ട് പ്ലേ ചെയ്യാനായിട്ട് വരുന്നത്. അഭി സാപ്ലിംഗ് ലഗ്രഹാഹി. ഈ സമയത്ത് സൃഷ്ടിയാകുന്ന വൃക്ഷത്തിന്റെ നടൽ കർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ്. തോ ഹം ഹേഹി ഗുപ്ത്. നമ്മൾ ഈ സമയത്ത് വളരെ ഗുപ്തമാണ്. ഹം സെറിമണി ആദി ക്യാ കരേങ്കെ. അല്ലെ, നമ്മൾ സെറിമണി എല്ലാം ആഘോഷിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ഹംകോ അന്തർ നോളേജ് ഹേ അന്തർ ഖുഷി ഹോത്തി ഹേ. നമ്മൾ കുട്ടികളുടെ ഉള്ളില് നോളേജ് ഉണ്ട്, നമുക്ക് ഉള്ളില് അത്രയും സന്തോഷമുണ്ട്. ഹമാരെ ദേവി ദേവതാ ധർമ്മ അഥവാ ജാഡ്കെ പത്തേ ജോഹേ വോ സബ് ധർമ്മ ഭ്രഷ്ട് കർമ്മ ഭ്രഷ്ട് ഹോ ഗയേ ഹേ. നമുക്കറിയാം ഈ സമയത്ത് നമ്മുടെ ദേവി ദേവതാ ധർമ്മം, അതായത് പ്രപഞ്ച വൃക്ഷത്തിന്റെ ആ ദേവി ദേവതാ ധർമ്മത്തിൽപ്പെട്ട ഇലകൾ അല്ലെ ധർമ്മഭ്രഷ്ടരും കർമ്മഭ്രഷ്ടരുമായി തീർന്നിരിക്കുന്നു. വഹി ഭാരതവാസി ധർമ്മ ഓർ കർമ്മ ശ്രേഷ്ഠത. അല്ലെ, അപ്പൊ ബാബ പറയാണ് ആ സത്യയുഗത്തിലെ ദേവി ദേവതാ ധർമ്മത്തിൽപ്പെട്ട ആ ദേവി ദേവതാ ധർമ്മത്തിലുള്ള ആത്മാക്കൾ ാണ് ഈ സമയത്ത് ധർമ്മഭ്രഷ്ടരും കർമ്മഭ്രഷ്ടരുമായി തീർന്നിരിക്കുന്നത്. ബാബ പറയാണ് കുട്ടികളെ, ഭാരതവാസികൾ ധർമ്മശ്രേഷ്ഠരും കർമ്മശ്രേഷ്ഠരുമായിരുന്നു. ഒരു സത്യയുഗത്തിലും നമ്മള് ധർമ്മശ്രേഷ്ഠരും കർമ്മശ്രേഷ്ഠരുമായിരുന്നു. നമ്മുടെ ധർമ്മവും കർമ്മവും ശ്രേഷ്ഠമായിരുന്നു. കവി മായ പാപിനഹി കരാത്തിനി. മായ ഒരിക്കലും നമ്മളെ കൊണ്ട് പാപങ്ങൾ ചെയ്യിപ്പിച്ചില്ലായിരുന്നു, അല്ലെ, ചെയ്യിപ്പിച്ചിട്ടില്ല. തോ പുണ്യ ആത്മാവുക്കി ദുനിയാദി. പുണ്യാത്മാക്കളുടെ ലോകമായിരുന്നു. വഹ രാവൺ ഹോത്താഹി നഹി വഹ കർമ്മ അകർമ്മ ഹോ ജാത്തെ ഹി. ബാബ പറയാണ്, നോക്ക്, രാവണൻ എന്ന് പറയുന്നത് സത്യയുഗത്തിൽ ഇല്ല, അല്ലെ, സത്യയുഗത്തിലെ രാവണനേ ഇല്ല. അവിടെ കർമ്മം ഒരിക്കലും അല്ലെ വികർമ്മമാകുന്നില്ല. അവിടെ എല്ലാവരുടെയും കർമ്മം അകർമ്മമാണ്. കാരണം കർമ്മം നമ്മളെ ബന്ധിക്കുന്നില്ല,
അല്ലെ? അവിടെ ബാബയുടെ ഓർമ്മയില്ലാത്തത് കൊണ്ട് അവിടെ നമ്മളുടെ കർമ്മം സത്കർമ്മമാകുന്നില്ല. അവിടെ നമ്മുടെ കർമ്മം അകർമ്മമാണ്. പുണ്യവുമില്ല, പാപവുമില്ല. പുണ്യാത്മാവും കി ദുനിയാദി. ശരിക്കും അല്ലെ സത്യയുഗം, ത്രേതായുഗം പുണ്യാത്മാക്കളുടെ ലോകമായിരുന്നു. അല്ലെ? അവിടെ വഹാ രാവൺ ഹോത്താ ഹി നഹി, വഹാ കർമ്മ അകർമ്മ ഹോ ജാത്തെ ഹെ. फिर രാവൺ രാജ്യമേ കർമ്മ വികർമ്മ ഹോനാ ശുരു ഹോത്തെ ഹെ. രാവണ രാജ്യം ആരംഭിക്കുമ്പോഴാണ്, ദ്വാപരയുഗം ആരംഭിക്കുമ്പോഴാണ് കർമ്മം വികർമ്മമാകാൻ ആരംഭിക്കുന്നത്. തോ യഹാ തോ വികർമ്മ ഹോനാ സക്കി. അതുകൊണ്ട് സത്യത്തില് ഒരു കാരണവശാലും വികർമ്മം ഉണ്ടാവുകയില്ല. അപ്പൊ പറയുന്ന അവിടെ വികർമ്മങ്ങൾ ഒരിക്കലും ഉണ്ടാകുന്നില്ല. കൊയി ഭ്രഷ്ടാചാരി ഹോനാ സക്കെ. സത്യുഗ ത്രേതായുഗങ്ങളിൽ ആർക്കും തന്നെ ഭ്രഷ്ടാചാരിയാകാൻ, ഭ്രഷ്ടാചാരിയായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല. തും ബച്ചേ യോഗ ബൽസെ വിശ്വക്കെ മാലിക് ബൻതേ ഹോ ശ്രീമത് പർ. നിങ്ങൾ കുട്ടികൾ യോഗബലത്തിലൂടെ വിശ്വത്തിന്റെ അധികാരികളായി മാറുകയാണ്. ബാബയുടെ ശ്രീമത്തിലൂടെ വിശ്വത്തിന്റെ അധികാരികളായി മാറും. ബാഹുബൽസെ കൊയി വിശ്വക മാലിക് ബന്ന സക്കെ. ബാബ പറയാണ്, ബാഹുബലത്തിലൂടെ ആർക്കും തന്നെ വിശ്വത്തിന്റെ അധികാരിയാകാൻ കഴിയില്ല. യോഗബലത്തിലൂടെയാണ് നമ്മൾ, ബാബയുടെ ശ്രീമത്തിലൂടെയാണ് വിശ്വത്തിന്റെ അധികാരിയാകുന്നത്. തും ജാനത്തെ ഹോ യെ അഗർ വാപസ് ആപസ് മേ മിൽ ജായേ തോ വിശ്വ കാ മാലിക് ബൻ സക്തേ ഹെ. അപ്പൊ ബാബ പറയാണ്, ബാഹുബലമുള്ളവർ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ, ഒരുമിച്ച് ചേരുകയാണെങ്കിൽ ഈ വിശ്വത്തിന്റെ അധികാരിയായിട്ട് മാറിയേനെ. പക്ഷെ അത് നാടകത്തിലില്ല. ഏ ഡ്രാമമേ പാർട്ടി ഹി നഹി. ഡ്രാമയില് അങ്ങനെയുള്ള ഒരു പാർട്ടി ഇല്ല. ദിക്കാത്തെ ഹെ ദോ ബില്ലെ ലഡേ മാക്കൻ ബീച്ച് മേ ബന്ദർക്കായ. അല്ലെ? രണ്ട് പൂച്ചകള് തമ്മില് അടിച്ചു. അല്ലെ? എന്തിനു വേണ്ടിയാ? വെണ്ണയ്ക്ക് വേണ്ടി. പക്ഷെ വെണ്ണ ഇടയിൽ വന്നിട്ട് അല്ലെ കുരങ്ങൻ തട്ടിയെടുത്ത് വെണ്ണ കഴിച്ചു എന്നാ പറയുന്നത്. അതേപോലെ ഇവിടെ ബാബ പറയാണ്, മറ്റു മതസ്ഥർ ഇവിടെ ഉണ്ടെങ്കിലും അവരുടെ ജനസംഖ്യ എത്ര തന്നെ ഉണ്ടെങ്കിലും അവർക്ക് ഒരിക്കലും വിശ്വത്തിന്റെ അധികാരിയാകാൻ സാധിക്കുന്നില്ല. അല്ലെ? സൃഷ്ടിയുടെ സ്വർഗമാകുന്ന ആ വെണ്ണ ആർക്കാ ലഭിക്കുന്നത്? വിശ്വത്തിന്റെ അധികാരിയുടെ പദവി ലഭിക്കുന്നത് അല്ലെ ദേവീ ദേവതകൾക്കാണ്. അല്ലെ? ബാബ പറയാണ് നമ്മൾ കുട്ടികൾക്കാണ്. സാക്ഷാത്കാരം ഭി കർത്തേ ഹേ കൃഷ്ണാക്കെ മുഖമേ മാക്കൻ. അല്ലെ? സാക്ഷാത്കാരം ലഭിക്കുന്നുണ്ട്. എന്താണ്? കൃഷ്ണന്റെ വായില് വെണ്ണ കാണിക്കുന്നുണ്ട്. ഏ സൃഷ്ടിക്ക രാജ്യരൂപി മാക്കൻ മിൽത്താ ഹേ. കൃഷ്ണന് ലഭിച്ച വെണ്ണ എന്താണ്? അല്ലെ? കൃഷ്ണൻ വെണ്ണ കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ കൃഷ്ണന് ലഭിച്ചത് ഈ സൃഷ്ടിയാകുന്ന, ഈ പ്രപഞ്ചത്തിന്റെ രാജ്യമാകുന്ന ആ വിശ്വത്തിന്റെ അധികാരിയുടെ ആ പദവിയാകുന്ന വെണ്ണയാണ് ലഭിക്കുന്നത്. ബാക്കി ലഡായി യവനോ ഓർ കൗരവോ കി ഹേ സോ തോ ദേഖ്തേ ഹോ രഹി ഹേ. ബാബ പറയാണ്, ബാക്കി യാദവരുടെയും കൗരവരുടെയും യുദ്ധമാണ് നടക്കുന്നത്. അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഖ്ബാർ മേ പടാ ഫലാനി ജഗ ഇത്തിനി ബഡി ഹിംസ ഹുയി. അല്ലെ? നമ്മള് ഇപ്പോൾ എന്താണ് പത്രത്തിലൊക്കെ കാണുന്നുണ്ട്. അല്ലെ? ഓരോരോ സ്ഥലങ്ങളിലും വലിയ വലിയ ഹിംസകൾ നടക്കുന്നു. ജട്ട് കൊയിന കൊയ്ത്തോ മാർദ്ദേങ്കി. അല്ലെ? ബാബ പറയാണ്, വലിയ വലിയ ഹിംസകളാണ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്? സെക്കൻഡില് ദേഷ്യത്തിന് കൺട്രോൾ ഇല്ല. അല്ലെ? വരുന്ന ദേഷ്യത്തിന് കൺട്രോൾ ഇല്ല, കൊന്നു കളഞ്ഞേക്കാണ്. तो भारत में तो पहले एक ही धर्म था. ബാബ പറയണ, ഭാരതത്തിൽ ആദ്യം ഒരേ ഒരു ധർമ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫിർ ദൂസരെ ധർമ്മക്ക രാജ്യ കാസെ ആയ. ബാബ പറയാണ്, രണ്ടാമത് ഉള്ള ധർമ്മത്തിന്റെ രാജ്യം എപ്പോഴാണ് ഇവിടെ വന്നത്? ക്രിസ്ത്യൻ പവർഫുൾ ദേ തബ് ഉനോനെ രാജിക്കുക. അല്ലെ? ക്രിസ്ത്യൻസും വളരെ പവർഫുൾ ആയിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് രാജ്യം ഭരിക്കാൻ കഴിഞ്ഞത്. अब वास्तव में सारी दुनिया पर रावण का कब्जा किया हुआ. ബാബ പറയാണ്, മുഴുവൻ ലോകത്തിലും ഇന്ന് രാവണൻ അടക്കി വാഴുകയാണ്. കാരണം ഇത് രാവണന്റെ രാജ്യമാണ്. ഫിർ യേ ഹേ ഗുപ്ത ബാത്. ബാബ പറയാണ്, ഇതെല്ലാം വളരെ ഗുപ്തമായ കാര്യമാണ്. ശാസ്ത്രമേ തൊടി യേ ബാത് ഹേ. ശാസ്ത്രങ്ങളിലൊന്നും ഈ കാര്യങ്ങളേ ഇല്ല. ബാബ് സംജാത്തെ ഹേ ये विकार तुम्हारे आधे कल्प का दुश्मन है जिस द्वारा तुम आदि मध्य अंत दुख पाते हो. ബാബ പറയാണ്, ഈ പഞ്ചവികാരങ്ങൾ അരക്കൽപ്പത്തിലെ നിങ്ങളുടെ ശത്രുവാണ്. അല്ലെ? ഈ ശത്രു കാരണമാണ് ജീവിതത്തിന്റെ ആദി മധ്യ അന്ത്യം നിങ്ങൾ ദുഃഖം അനുഭവിച്ചത്.
इसलिए सन्यासी भी कहते हैं കാകവിഷ്ട സമാൻ സുഖേ. അതുകൊണ്ട് തന്നെയാണ് സന്യാസിമാര് പറഞ്ഞത് ഈ ലോകത്തിലെ സുഖം കാക്കയുടെ വിഷ്ടയ്ക്ക് സമാനമായ സുഖമാണ്, എന്നുവെച്ചാൽ ക്ഷണികമായ സുഖമാണ്. ഉनको थोड़ी मालूम है कि स्वर्ग में सदैव सुख ही सुख होता है. ബാബ പറയാണ് അവർക്കറിയുമോ സ്വർഗത്തിലെ നിറഞ്ഞ സുഖമാണ്, അവിടെ അത്രയും സദോപ്രധാനമായ സുഖമാണ്, അവിടെ സുഖം മാത്രമേ ഉള്ളൂ. तो भारतवासियों को तो मालूम है तब तो कोई मरता है तो कहते हैं स्वर्ग पताര. ഭാരതവാസികൾക്ക് അറിയാം, അതുകൊണ്ടാണ് ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അല്ലേ പറയുന്നത് സ്വർഗത്തിലേക്ക് പോയി അല്ലെ. സ്വർഗത്തെ കുറിച്ച് ഭാരതവാസികൾക്ക് അറിയാം. तो स्वर्ग की कितनी महिमा है तो जरूर ये खेल है. സ്വർഗത്തിന് എത്രമാത്രം മഹിമയാണുള്ളത്, തീർച്ചയായിട്ടും ഈ നാടകമുണ്ട്. परंतु किसका कहो तुम नरकवासी को तो बिगड़ पड़ते हैं. അഥവാ അല്ലെ പറയാണ് നിങ്ങൾ നരകവാസിയാണെന്ന് നമ്മൾ ആരോടെങ്കിലും പറഞ്ഞാലോ അല്ലെ, എല്ലാവരും നരകത്തിലാണ് വസിക്കുന്നത്, നമ്മൾ നരകവാസികളാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുത്ത് വഴക്കിന് വരും. ഇത്തിരി വണ്ടർഫുൾ ബാത്ത് ഹേ. പറയണ നമ്മളുടെ അടുത്ത് അവര് വഴക്കിന് വരും, എത്ര വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യമാണ്. മുഖസേക്കത്തെ സ്വർഗവാസി. ആരെങ്കിലും ദേഹം വെടിഞ്ഞാൽ പറയും അവര് സ്വർഗത്തിലോട്ട് പോയി സ്വർഗവാസിയായി എന്ന് പറയും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നരകത്തിലല്ലേ, നരകത്തിൽ നിന്നല്ലേ അവര് സ്വർഗത്തിലേക്ക് പോയിട്ടുള്ളത്. ഫിർ തും ഉൻകോ ബുലാക്കർ നരകി ചീസെ ക്യോ ഖിലാത്തെ. പിന്നെ അവരെ വിളിച്ചിട്ട് എന്തിനാണ് നമ്മൾ നരകത്തിലെ വസ്തുക്കൾ കഴിപ്പിക്കുന്നത്. സ്വർഗമേ തോ ഉൻകോ ബഹുത് അച്ഛേ വൈഭവ് മിൽത്തെ ഹോങ്കെ. അല്ലെ, സ്വർഗത്തിലേക്ക് പോയവർക്ക് അവിടെ നല്ല വിഭവങ്ങള്, നല്ല സ്വാദിഷ്ടമായ വിഭവങ്ങളൊക്കെ അവിടെ ലഭിക്കുന്നുണ്ട് അല്ലെ. അവർക്കെല്ലാം അവിടെ ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ളത് ലഭിക്കുന്നുണ്ട്. പിന്നെ എന്തിനാ നരകത്തിലുള്ള എല്ലാം ഒരുക്കി വെച്ചിട്ട് അവരെ വിളിക്കുന്നത്, അവരുടെ ആത്മാവിനെ വിളിക്കുന്നത്. कितनी वंडरफुल बातें हैं. मुझ से कहते हैं स्वर्गवासी हुआ तो जरूर नरक से गया. അല്ലെ, അപ്പൊ പറയുന്നുണ്ട് സ്വർഗവാസിയായി, അപ്പൊ നരകത്തിൽ നിന്നല്ലേ പോയത്. तो स्वर्ग में तो उनको बहुत अच्छे वैभव मिले होंगे तो इसका मतलब तुमको निश्चय नहीं है. അല്ലെ, അപ്പൊ ഇപ്പോഴും നരകത്തിലേക്ക് വിളിച്ച് അവർക്ക് അല്ലെ നമ്മൾ എന്താ ചെയ്യാ, ആഹാരമൊക്കെ വെച്ച് അവര് അല്ലെ അവര് വന്ന് കഴിക്കട്ടെ എന്നൊക്കെ വിചാരിക്കണേ, അവര് സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മള് ആഹാരമൊക്കെ വെച്ച് വിളക്കത്ത് വെക്കാറുണ്ട്. അപ്പോ ബാബ ചോദിക്കാണ് എന്തിനാണ് നിങ്ങൾ അവരെ നരകത്തിലേക്ക് വിളിക്കുന്നത്, അവർ സ്വർഗത്തിലേക്ക് പോയെന്നല്ലേ വിശ്വസിക്കുന്നത്. ഇസ്കാ മത്ലബ് തുമക്കോ നിശ്ചയ നഹീ. അപ്പൊ നമ്മള് വീണ്ടും ഇതെല്ലാം നിരത്തി വെച്ച് അവരെ വിളിക്കുന്നുണ്ടെങ്കിൽ അല്ലെ, അവർക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളും ഒക്കെ ഉണ്ടാക്കി ആഹാരം ഉണ്ടാക്കി വെച്ച് നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് തന്നെ നിശ്ചയമില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം. അവര് സ്വർഗത്തിൽ പോയി നമുക്ക് തന്നെ നിശ്ചയമില്ല. വഹാ ക്യാ ക്യാ ഹേ ബച്ചോനെ സബ് ദേഖാ ഹേ. അല്ലെ, ട്രാൻസിൽ പോയ കുട്ടികൾ സ്വർഗത്തിൽ എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത് കണ്ടിട്ടുണ്ട്. നരകമേ ദേഖോ ക്യാ ക്യാ കർത്തെ രഹത്തെ ഹേ. നരകത്തിൽ നോക്കൂ ആളുകൾ എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബച്ചേ ബാപ്കോ ഭി മാർനേമേ ദേരി നഹി കർ. കുട്ടികള് അച്ഛനെ കൊല്ലാൻ പോലും മടിക്കുന്നില്ല. സ്ത്രീക്ക് കിസിക്ക് സാത്ത് ദിൽ ലഗ് ജാത്തി ഹൈ തോ പതി കോ ഭി മാർ ദേത്തി ഹൈ. അല്ലെ, ലോകത്തിന്റെ അവസ്ഥ എന്താന്ന് നോക്കി. മാതാപിതാക്കളുടെ അടുക്കൽ നിന്ന് അവരുടെ സ്വത്ത് അപഹരിക്കാൻ വേണ്ടി അവരെ കൊല ചെയ്യാൻ പോലും മടിക്കുന്നില്ല. ഇനി സ്ത്രീക്ക് വേറൊരു പുരുഷനോട്, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ് അല്ലെ, സ്ത്രീക്ക് വേറൊരു പുരുഷനോട് അറ്റാച്ച്മെന്റ് വന്നു അല്ലെ, ആകർഷണം വന്നു, അറ്റാച്ച്മെന്റ് വന്നു എങ്കില് സ്വന്തം പതിയെ പോലും കൊല്ലാൻ മടിക്കുന്നില്ല അല്ലെ. കാമുകനും ആ സ്ത്രീയും കൂടിയിട്ട് അവളുടെ അല്ലെ ഭർത്താവിനെ കൊന്നു എന്നും പറഞ്ഞിട്ടുള്ള എന്തെല്ലാം തരത്തിലുള്ള വാർത്തകളാണ്. तो भारत पर एक गीत बना हुआ है. एक तरफ कहते हैं क्या हो गया आज के इंसान. അല്ലെ, ബാബ പറയാണ് ഭാരതത്തിന്റെ ഗാനം അല്ലെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒരു ഭാഗത്ത് പറയുന്നത് ഈ ലോകത്തിലെ മനുഷ്യർക്ക് എന്ത് സംഭവിച്ചു. फिर कहते हैं भारत हमारा सबसे अच्छे सोने का है. പിന്നെ പറയുന്നത് ഈ ഭാരതം സ്വർണ പക്ഷിയായിരുന്നു. അരെ ഭാരത് സബ്സെ അച്ഛാ. അപ്പൊ തൊടി ഭാരതം വളരെ നല്ലതായിരുന്നു, വളരെ നല്ല നാടായിരുന്നു ഭാരതം. പക്ഷെ ഇപ്പോഴാണോ
ഇപ്പൊ ഭാരതം വളരെ നല്ല നാടാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ കങ്കാൽ ഹേ കോയി സേഫ്റ്റി. ഭാരതം ഇപ്പോൾ പാപ്പരാണ്. ഒരു സേഫ്റ്റിയും ഇല്ല, ഇവിടെ ഒരു സുരക്ഷിതത്വവും ഇല്ല. ഹംബി ആസുരീയ സമ്പ്രദായക്കേതേ, നമ്മൾ കുട്ടികളും ആസുരീയ സമ്പ്രദായത്തിൽപ്പെട്ടവരായിരുന്നു. अब बाबा हमको ईश्वरीय संप्रदाय बनाने में पुरुषार्थ करा रही है. ബാബ നമ്മൾ കുട്ടികളെ ഈശ്വരീയ സമ്പ്രദായത്തിൽപ്പെട്ടവരാക്കി മാറ്റാൻ പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുകയാണ്. നയി ബാത്തിലേക്ക് ഇതൊന്നും നമ്മളുടെ മുന്നിൽ പുതിയ കാര്യമേ അല്ല. കൽപ്പ കൽപ്പ കൽപ്പക്കെ സംഗം പർ ഹം ഫിർ സെ അപ്നാ വർഷ ലേത്തെ ഹെ. കൽപ്പകൽപ്പം കൽപ്പത്തിന്റെ സംഗമയുഗത്തിൽ നമ്മൾ വീണ്ടും അല്ലെ നമ്മുടെ സ്വത്ത് ബാബയിൽ നിന്ന് നേടുകയാണ്. വർഷതനെ അദ്ദേഹം കൽപ്പത്തിന്റെ സംഗമയുഗത്തിൽ ബാബ സ്വത്ത് നൽകുവാനായിട്ട് വരികയാണ്. മായ ഫിർ ശ്രാപതെത്തി. മായ എന്താ ചെയ്യുന്നത്? മായ ശാപം നൽകുന്നു. കിത്നി സമർത്ഥ ഹേ ബാബ് കഹത്തെ ഹേ മായ. അല്ലെ ബാബ പറയാണ് എത്ര സമർത്ഥമാണ്. ബാബ് കഹത്തെ ഹേ മായ തും കിത്നി ദുഷ്കർ ഹോ, അച്ഛെ അച്ഛെ കോ ഗിരാ ദേത്തി. അല്ലേ ബാബ പറയും മായ ഒരു ദുഷ്ടനാണ്, അതിഭീകരനാണ്. അല്ലേ നല്ല നല്ല കുട്ടികളെയാണ് മായ വീഴ്ത്തി കളയുന്നത്. ഉസ് സേന മേ മർനെ മർനേക്ക ഖയാൽ നഹി രഹത. ബാബ പറയാണ് അല്ലേ, അതായത് ഉസ് സേന മേ മർനെ മർനേക്ക ഖയാൽ നഹി രഹത ഹെ, ചോട്ട് കാക്കർ ഫിർ മൈദാൻ മേ ആ ജാത്തെ ഹെ, ഉസ്കാ ധന്ധാ ഹി യേ ഹെ, പ്രൊഫഷണൽ ഹെ. ബാബ പറയാണ് ആ സേനയില് അല്ലെ മരിക്കുക അല്ലെങ്കിൽ കൊല്ലുക അങ്ങനെയുള്ള ചിന്തയില്ല. അല്ലെ അവര് മൈതാനത്തിൽ വന്നിട്ട് യുദ്ധം ചെയ്യാണ്. കാരണം അവര് സൈനികരാണ്, അവര് പ്രൊഫഷണലാണ്, അവരുടെ പ്രൊഫഷൻ തന്നെ അതാണ്. അല്ലെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക. ഉൻകോ ഫിർ ഇനാം ഭി മിൽത്താ ഹൈ. അവർക്ക് ആ ചെയ്യുന്ന ആ കർമ്മത്തിനുള്ള പ്രതിഫലവും ലഭിക്കുന്നുണ്ട്. യഹാൻ തും ബച്ചേ ശിവബാബ സെ ശക്തി ലേത്തി. ഇവിടെ മായയോടുള്ള നമ്മുടെ യുദ്ധത്തില് വിജയിക്കണമെങ്കിൽ നമ്മൾ ശിവബാബയുടെ അടുത്ത് നിന്ന് ശക്തി നേടുകയാണ്. ശിവബാബയുടെ എടുക്കുന്ന ശക്തി നേടി മായ പർ ജീത് പാത്തെ. മായയുടെ മേലെ നമ്മൾ വിജയം പ്രാപ്തമാക്കാണ്. ബാബ് ബാരിസ്റ്റർ ഹേ ജോ മായാസെ തുമേ ചുടാ ദേത്തെ. ബാബ വക്കീലും കൂടിയാണ്. ബാബ എന്ത് ചെയ്യും? നമുക്ക് വേണ്ടി വാദിച്ച് മായയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു. തും ഫിർ ഹോ ശിവശക്തി സേന. നമ്മൾ ബാബയുടെ അടുത്ത് ശക്തി ആർജിക്കുന്നവരാണ്. നമ്മൾ ശിവശക്തി സേനകളാണ്. മാതാവുക്കോ ഊഞ്ച് രക്കാഹെ വന്ദേ മാതരം. ബാബ അമ്മമാരെയാണ് അല്ലെ ഏറ്റവും ഉയർത്തി വെച്ചിരിക്കുന്നത്. വന്ദേ മാതരം അല്ലെ, വന്ദേ മാതരം എന്ന് പറഞ്ഞത് ബാബയാണ്. ക്യോങ്കി തും ബാപ്പർ ബലി ചടത്തെ. കാരണം നിങ്ങൾ പരമാത്മാവിനാണ്, ബാബയിലാണ് സ്വയം ബലിയായി മാറുന്നത്. ബാബ ഖുഷ് ഹോത്തെ ഹേ യേ അച്ഛാ കടാ ഹേ ഹിൽത്തെ നഹി. ബാബയ്ക്ക് അത്രയും സന്തോഷം തോന്നാറുണ്ട്. ഈ കുട്ടി നല്ല പോലെ പിടിച്ചു നിൽക്കുന്നുണ്ട്, ഈ കുട്ടിയുടെ മനസ്സിനെ ഉലയ്ക്കാൻ ഒന്നിനും സാധിക്കുന്നില്ല. അങ്കദ് കാ മിസാൽ ഹേ. അങ്കദനെ പോലെയാണ് അല്ലെ അവരുടെ മനസ്സിനെ ഉലയ്ക്കാൻ ആർക്ക് കഴിഞ്ഞില്ല, അത്ര സ്ട്രോങ് ആണ്. ഉസ് സമയ തുമക്കോ ബഹുത് ഖുഷി ഹോത്തി ഹേ ജബ് തക് വിനാശ് നാ ഹോ. ബാബ പറയാണ് तो क्योंकि तुम बाप पर बलि चढ़ते हो बाबा खुश होते ही ये अच्छा कड़ा है. അപ്പൊ കുട്ടികള് ബാബയില് ബലിയാകുമ്പോൾ ആ കുട്ടികള് അല്ലെ യാതൊരു ഉലച്ചിലും പെടാതെ അല്ലെ അങ്ങനെ ബാബയെ മുറുകെ പിടിച്ച് അല്ലെ നിൽക്കുന്നത് കാണുമ്പോ ബാബയ്ക്ക് സന്തോഷം തോന്നും. അങ്കദനെ പോലെ ഉലയാത്ത വ്യക്തിത്വത്തില് അല്ലെ അചഞ്ചലനായിരിക്കുന്ന ആ വ്യക്തിത്വം കുട്ടികളെ കാണുമ്പോൾ ബാബ സന്തോഷിക്കും. ഉൻകോ രാവണ ഹിലാനകി ശക്തി. അങ്ങനെയുള്ള ശക്തിശാലി കുട്ടികളെ രാവണന് ഉലയ്ക്കുവാൻ സാധിക്കില്ല. അന്തിക്ക സമയക്ക് ബാത്തിൽ ബാബ പറയുന്നത് അന്തിമ സമയത്തെ കാര്യമാണ്. അന്തിമേവോ അവസ്ഥ ഹുനിഹി. അന്ത്യത്തിൽ കുട്ടികളുടെ അവസ്ഥ അചഞ്ചലമായ അവസ്ഥയായിരിക്കും. ഒരു മായയ്ക്കും ഒരു രാവണനും ഒരു ശക്തിക്കും വിപരീത ശക്തിക്കും നമ്മളുടെ മനസ്സിനെ ഉലയ്ക്കാൻ സാധിക്കില്ല. ഉസ് സമയം തുമക്ക് ബഹുത് ഖുഷി ഹോത്തി ഹി. അങ്ങനെയുള്ള അവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് വളരെ അളവറ്റ സന്തോഷം ഉണ്ടായിരിക്കും. ജബ് തക് വിനാശ് നാ ഹോ ധർത്തി പവിത്ര നഹി ബനി. എപ്പോൾ വരേക്കും ഇവിടെ വിനാശം വരുന്നില്ലയോ ഈ ഭൂമി പവിത്രമാകുന്നില്ല.
ജബ് തക്ക് ദേവതായെ ആനാ സക്കെ. ബാബ പറയാണ് ഭൂമി പവിത്രമാകാതെ അല്ലെ ദേവതകൾക്ക് ഈ ഭൂമിയിലേക്ക് വരുവാൻ സാധിക്കുകയുമില്ല. ബംബോർക്കോ ആഗ് ജരൂർ ലഗ്നി ഹെ. അല്ലെ തീർച്ചയായിട്ടും വൈക്കോൽത്തുരുവിന് തീ പിടിക്കും. പഴയ ലോകത്തിന്റെ നാശം സംഭവിക്കുക തന്നെ ചെയ്യും. तो सभी आत्माओं को हिसाब किताब चुककर मचलो विसल സ്വീറ്റ് ഹോമേ വാപ്പസ് जाना है. എല്ലാ ആത്മാക്കൾക്കും കണക്കുകളെല്ലാം തീർത്ത് പൊതുകൂട്ടം പോലെ മധുരമായ വീട്ടിലേക്ക് മടങ്ങി പോകണം. മച്ചർ കിത്തിനെ കരോടും മർത്തി ഹേ. അല്ലെ കോടിക്കണക്കിന് എന്ന് വെച്ചാല് ഈ കോടിക്കണക്കിന് കൊതുവാണ് ചത്തുപോകുന്നത്. ഗായബി ജാത്തായി രാം ഗയോ രാവൺ ഗയോ വാപ്പസ് തു ജാനാ ഹെ. രാമൻ പോയാലും രാവണൻ പോയാലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി പോകണം. तो फिर तुम आएंगे नई दुनिया. നമ്മൾ പിന്നീട് നമ്മുടെ വീട്ടിലേക്ക് അല്ലെ വീട്ടിൽ നിന്നും പുതിയ ലോകത്തിലേക്ക് മടങ്ങി വരും. വീട്ടിലേക്ക് നമ്മൾ മടങ്ങി പോകും, പിന്നെ മടങ്ങി വരും പുതിയ ലോകത്തിലേക്ക്. വഹാം ബഹുത്തോടെ ഹോങ്കി. അങ്ങനെ പുതിയ ലോകത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ വളരെ കുറച്ചു പേരെ അവിടെ ഉണ്ടാവുള്ളൂ. ഈ സമജിനെ ഒരു നിശ്ചയ കർണയ്ക്ക് പാട്. നമ്മൾ കുറച്ച് കുട്ടികളായിരിക്കും അവിടെ ഉണ്ടാവുക അല്ലെ. ബാബ പറയാണ് ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്, വളരെ നിശ്ചയമുള്ളവരായിരിക്കേണ്ട കാര്യമാണ്. നല്ല നിശ്ചയം വേണം ഈ കാര്യത്തിൽ. ഈ നോളേജ് ബാബ ഹി ദേ സക്തേ ഹെ. പരമാത്മാവാണ് നമുക്ക് ഈ ജ്ഞാനം നൽകുന്നത്. ദിവസവും നമ്മളെ പഠിപ്പിക്കാൻ വരുന്ന ആരാണ്? പരമാത്മാവാണ്. പരമാത്മാവിന് മാത്രമേ ഈ ജ്ഞാനം നൽകുവാൻ സാധിക്കൂ. अच्छा मीठे मीठे सिक्किलते बच्चों प्रति मात पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप को नमस्ते. धारणा के लिए मुख्य सार. उठते बैठते चलते अपने को एक्टर समझना है. ഇരിക്കുമ്പോഴും എണീക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം ഞാൻ ആക്ടർ ആണെന്നുള്ള ഓർമ്മ വേണം. നമ്മൾ ആക്ടർ ആണെന്ന് മനസ്സിലാക്കണം. ആക്ടർ ആണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യം ചെയ്യാൻ. ചൗരാസി ജന്മം का पार्ट पूरा किया अब घर जाना है. 84 ജന്മങ്ങളുടെ പാർട്ട് പൂർത്തിയാക്കി. ഇപ്പോൾ നമുക്ക് വീട്ടിലേക്ക് മടങ്ങി പോകണം. ദേഹി അഭിമാനി ഹോ രഹനാ ഹെ. ആത്മാഭിമാനിയായിട്ട് നമ്മൾ മാറണം. ആത്മാഭിമാനിയായിട്ട് നമ്മൾ ജീവിക്കണം. ആത്മാഭിമാനിയായിട്ട് നമ്മൾ മാറണം. നമ്മുടെ 84 ജന്മങ്ങളുടെ പാർട്ട് പൂർത്തിയായി. സെക്കൻഡ് പോയിന്റ്, നിശ്ചയ ഹോ കാണ്ടോ സെ ഫൂൽ ബന്നെ കാ പുരുഷാർത്ഥ കർണ ഹെ. നമുക്ക് നിശ്ചയം ഉണ്ടാകണം. മുള്ളുകളിൽ നിന്ന് പുഷ്പങ്ങളായി മാറുന്ന പുരുഷാർത്ഥം ചെയ്യണം അല്ലെ. മുള്ളുകളിൽ നിന്നും നിശ്ചയബുദ്ധിയുള്ളവരായി മുള്ളുകളിൽ നിന്നും പുഷ്പങ്ങളായി മാറാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. മായാസെ യുദ്ധക്കർ വിജയി ബൻ കർമാദിത് ബന്ന. മായയുടെ അടുത്ത് യുദ്ധം ചെയ്ത് മായാജീത്ത് അല്ലെ വിജയിയായി കർമാതീതരായി മാറണം. ജിത്ന ഹോ സക്കെ അപ്നെ ഘർ കോ യാദ് കർ. എത്രമാത്രം സാധിക്കുമോ തന്റെ വീടിനെ ഓർമ്മിക്കണം. വരദാനം. अपने हल्केपन की स्थिति द्वारा हर कार्य को लाइट बनाने वाले बाप समान न्यारे और प्यारे भाव. തന്റെ സ്ഥിതിയെ വളരെ ലൈറ്റ് ആക്കി മാറ്റുന്നതിലൂടെ, വളരെ ലൈറ്റ് ആയിരിക്കുന്ന സ്ഥിതിയിലൂടെ ഓരോ കാര്യവും ലൈറ്റ് ആക്കി മാറ്റുന്നു. ബാബയ്ക്ക് സമാനം വേറിട്ടിരിക്കുന്ന സ്നേഹിയായിരിക്കുന്ന കുട്ടിയായി. അപ്പൊ ബാബയെ പോലെ നമ്മൾ ആരാകണം? ഡിറ്റാച്ച്മെന്റ് ആൻഡ് ലവ് അല്ലെ. വേറിട്ടിരിക്കുക, സ്നേഹിയായിരിക്കും. അപ്പൊ ബാബ പറഞ്ഞു തന്റെ ലൈറ്റ് ആയിട്ടുള്ള സ്ഥിതിയിലൂടെ ഓരോ കാര്യവും ലൈറ്റാക്കി ഭാരരഹിതമാക്കി ലാഘവത്വം നിറഞ്ഞതാക്കി മാറ്റുന്ന ബാബയ്ക്ക് സമാനം ഡിറ്റാച്ച്മെന്റ് ആൻഡ് ലവ്, വേറിട്ട് സ്നേഹിയുമായിരിക്കുന്ന മൻബുദ്ധി സംസ്കാർ ആത്മാക്കി ജോ സൂക്ഷ്മ ശക്തിയാഹി. മനോബുദ്ധി സംസ്കാരം എന്ന് പറയുന്നത് ആത്മാവിന്റെ സൂക്ഷ്മമായ ശക്തികളാണ്. തീനോമേ ലൈറ്റ് അനുഭവ കർണ യഹി ബാപ് സമാൻ ന്യാരെ ഓർ പ്യാരെ ബൻ. അപ്പൊ ബാബ പറയാണ് മനോബുദ്ധി സംസ്കാരം ആത്മാവിന്റെ സൂക്ഷ്മ ശക്തികളാണ്. ഈ മനോബുദ്ധി സംസ്കാരം മൂന്ന് നമുക്ക് എങ്ങനെ അനുഭവപ്പെടേണ്ടത്?
വളരെ ലാഘവത്വത്തോടുകൂടി അനുഭവപ്പെടാം, ലൈറ്റ് ആയിട്ട് അനുഭവം ചെയ്യണം. അപ്പൊ ബാബ പറയാണ് അങ്ങനെ നമ്മള് 3 ലൈറ്റ് ആയിട്ട് അനുഭവം ചെയ്യണമെങ്കിൽ നമ്മള് ബാബയ്ക്ക് സമാനം വേറിട്ടിരിക്കാനും സ്നേഹിയായിരിക്കാനും പഠിക്കണം. क्योंकि समय प्रमाण बाहर का तमोप्रधान वातावरण मनुष्य आत्माओं की वृत्तियों में बारीपन होगा. അപ്പൊ ബാബ പറയാണ് സംയോജിതമായിട്ട് അല്ലെ പുറത്തുള്ള തമോപ്രധാനമായ അന്തരീക്ഷം സംയോജിതമായിട്ട് നോക്കുമ്പോൾ പുറത്തെന്താ കാണുന്നത്? അല്ലെ തമോപ്രധാനമായ അന്തരീക്ഷമാണ്. മനുഷ്യാത്മാക്കളുടെ ആ തമോപ്രധാനമായ അന്തരീക്ഷം മനുഷ്യാത്മാക്കളുടെ മനോവൃത്തികളെ പോലും മനോഭാവങ്ങളെ പോലും ഭാരിച്ചതാക്കി മാറ്റും, ഭാരം നിറഞ്ഞതാക്കി മാറ്റും. കാരണം അതുപോലുള്ള അന്തരീക്ഷമാണ് പുറത്തുള്ളത്. जितना बाहर वातावरण परी होगा उतने आप बच्चों के संकल्प कर्म संबंध लाइट होते जाएंगे. ബാബ പറയാണ് പുറത്തുള്ള അന്തരീക്ഷം ഭാരം നിറഞ്ഞതായിട്ട് മാറുമ്പോൾ അത്രയും ഭാരിച്ച അന്തരീക്ഷം പുറത്തുണ്ടാകുമ്പോൾ നിങ്ങൾ കുട്ടികളുടെ സങ്കല്പം കർമ്മം സംബന്ധം എല്ലാം ലൈറ്റ് ആകണം. പുറത്ത് അതിന് ഭാരം കൂടുന്തോറും നമ്മളുടെ അല്ലെ നമ്മൾ കുട്ടികളുടെ സങ്കല്പം കർമ്മം സംബന്ധം എല്ലാം ലൈറ്റ് ആകണം. और लाइटनेस के कारण सारा कार्य ലൈറ്റ് चलता रहेगा. അപ്പൊ എത്രത്തോളം നമ്മളിൽ ലൈറ്റ്നെസ് ഉണ്ടോ, നമ്മൾ ഭാരരഹിതരായി ഇരിക്കുന്നുണ്ടോ, അത്രത്തോളം എല്ലാ കാര്യവും വളരെ ലൈറ്റ് ആയിട്ട് നടക്കും, ഭാരമില്ലാത്ത അവസ്ഥയിൽ നടക്കും. കാരോബാർ കാ പ്രഭാവ് ആപ്പർ നെഹി പടേഗ. അല്ലേ? അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങളുടെ അല്ലെ ആ പ്രഭാവം ഒന്നും തന്നെ നമ്മളുടെ മേലെ ബാധിക്കില്ല. യഹി സ്ഥിതി സമാന സ്ഥിതി ഹേ. ഈ സ്ഥിതിയെയാണ് ബാബയ്ക്ക് സമാനമായ സ്ഥിതി എന്ന് പറയുന്നത്. എന്നുവെച്ചാല് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അതിന്റെ പ്രഭാവം അതിന്റെ ഭാരം മനസ്സിലേക്ക് വരില്ല. അതുകൊണ്ട് ബാബ എന്താ പറഞ്ഞത്? മനോബുദ്ധി സംസ്കാരം ആത്മാവിന്റെ സൂക്ഷ്മ ശക്തികളാണ്. അല്ലെ? ഇത് മൂന്നും വളരെ ലൈറ്റ് ആയിട്ട് അനുഭവം ചെയ്യണം. മനസ്സ്, ബുദ്ധി, സംസ്കാരം വളരെ ലൈറ്റ് ആയിട്ട് അനുഭവം ചെയ്യണം. അല്ലെ? അപ്പോ ബാബയ്ക്ക് സമാനം നമുക്ക് വേറിട്ടവരായിട്ടും സ്നേഹിയായിട്ടും മാറണമെങ്കിൽ സമയാസമയം പുറത്തുള്ള തമോപ്രധാനമായ അന്തരീക്ഷം അല്ലേ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? പുറത്തുള്ള തമോപ്രധാനമായ അന്തരീക്ഷം മനുഷ്യാത്മാക്കളുടെ മനോവൃത്തിയെ ഭാരമുള്ളതാക്കി മാറ്റും. എത്രമാത്രം പുറത്തുള്ള അന്തരീക്ഷം ഭാരിച്ചതാണോ അത്രയും നിങ്ങൾ കുട്ടികളുടെ സങ്കല്പവും കർമ്മവും സംബന്ധവും ലൈറ്റ് ആയിക്കൊണ്ടേയിരിക്കണം. അപ്പൊ എത്രത്തോളം നമ്മളിലെ ലൈറ്റ്നെസ് ഉണ്ടോ അത്രത്തോളം എല്ലാ കാര്യങ്ങളും ലൈറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ എത്ര ലൈറ്റ്നെസ് ഉണ്ടോ അത്രത്തോളം എന്താണ് എല്ലാ കാര്യങ്ങളും വളരെ ലൈറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അനുഭവം ചെയ്യാൻ സാധിക്കും. കാരോബാർ കാ ഭി പ്രഭാവ് ആപ്പർ നഹീ പടേ. നമ്മുടെ ഓഫീസിൽ ഉള്ള നമ്മുടെ പ്രവർത്തന മേഖലയിലുള്ള കാര്യങ്ങൾ പോലും നമ്മളെ ബാധിക്കില്ല. നമ്മുടെ മനസ്സിന് അത്ര ലൈറ്റാക്കി വെക്കാൻ നമുക്ക് കഴിയും. യഹി സ്ഥിതി സമാന സ്ഥിതി. അങ്ങനെ നമ്മളെ അത്രയും മനോബുദ്ധി സംസ്കാരങ്ങളെല്ലാം നമ്മൾ അത്രയും ലൈറ്റാക്കി വെക്കുക. അതാണ് ബാബയ്ക്ക് സമാനമായ സ്ഥിതി. स्लोगन इसी लौकिक नशे में रहो वाम रे में मन और तन से नेचुरल डांस होती रही. ബാബ പറയാണ് സ്ലോഗൻ അലൗകികമായിട്ടുള്ള ഈ ലഹരി, അലൗകികമായ ഈ ലഹരിയിലിരിക്കും. ആഹാ ഞാൻ ഏത് ലഹരിയിലിരിക്കേണ്ടത്? അലൗകികമായി ലഹരിയിലിരിക്കൂ. ആഹാ ഞാൻ. അപ്പോ നമ്മുടെ മനസ്സും ശരീരവും നാച്ചുറലായിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഏത് അലൗകിക ലഹരിയിലിരിക്കണം? ആഹാ ഞാൻ അല്ലെ ഞാൻ ബ്രാഹ്മണ ആത്മാവ്, ഞാൻ ബ്രാഹ്മണിൽ നിന്ന് ഫരിഷ്തയും ഫരിഷ്തയിൽ നിന്ന് മാലാഖയുമായി തീരുന്ന ആത്മാവ് അല്ലെ. ആഹാ ഞാൻ ഈ ലഹരിയിലിരിക്കും. അപ്പോ മനസ്സും ശരീരവും നാച്ചുറലായിട്ട് ഡാൻസ് ചെയ്യും. അപ്പൊ അതൊരു ആത്മീയ ലഹരിയാണ്, അലൗകിക ലഹരി. ഓം ശാന്തി.